ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. എവിടെയാ കണ്ണ്? അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഇപ്പോൾ റീനയെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് നല്ല വൃത്തിയാണം അറിയാം. കാരണം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകൾ കിട്ടാൻ ഒരു സാധ്യതയുമില്ല. കാരണം തുലുക്കന്മാരുടെ എന്താ പറയുന്ന ചാനലുകളായിട്ട് കേരളത്തിലെ വാർത്താ ചാനലുകളെല്ലാം മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സത്യസന്ധമായൊരു ഇൻഫർമേഷൻ ഇപ്പോൾ ഇസ്രായേലിൽ എന്താ നടക്കണേന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇസ്രായേലിൽ ജെറുസലേമിലെ എൻ്റെ പേജിൽ വന്നാലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ വാർത്ത കൊടുത്തേക്കാം. അപ്പോൾ സഹോദരങ്ങളെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരൂ. ആവാശലി വേഗം വാ സഹോദരങ്ങളെ, നമുക്ക് ഇസ്രായേലിലെ യുദ്ധവർത്തമാനവും വാർത്തയുമൊക്കെ. മുടിയൊക്കെ എന്താ ഇങ്ങനെ കാറ്റത്ത് പറക്കുന്നേ? ഡോണ്ട് ഡു അങ്ങനെ പറക്കരുതിയാ. വളരെ ബ്യൂട്ടിഫുൾ ആക്കി ഞാൻ ഇങ്ങനെ അടുക്കി പറക്കി വയ്ക്കുമ്പം കാറ്റുകൾ ഇങ്ങനെ വീശിയാൽ ശരിയാകത്തില്ല. അപ്പം ഞാനൊരു സ്ഥലം പ്ലേസിൽ എവിടെയെങ്കിലും ഇരിക്കട്ടെ. അങ്ങനെ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾ മനോഹരമായ പാർക്കും ഒക്കെ ഒന്ന് കാണാൻ, പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നതും ഓക്കെ. അപ്പോൾ ഇൻഫർമേഷനിലേക്ക് ഞാൻ വരാം. എല്ലാ സഹോദരങ്ങളും ഒന്ന് ലൈവിലേക്ക് എത്തുന്നത് വരയ്ക്കും ഞാനൊന്ന് വെയിറ്റ് ആക്കുന്നേ ഉള്ളൂ. കാരണം ഇടയ്ക്കും മുടക്കൊക്കെ കേട്ടു പോകാതെ ഫുള്ള് നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും സുഖമാണല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയൊക്കെ വിശേഷങ്ങൾ അറിയണ്ടേ? നിങ്ങൾക്ക് അറിയണം. ഞാനിപ്പോൾ നമ്മുടെ ജയനെ ഓർമ്മിച്ചു പോവുകയാണ്. നമ്മുടെ അന്തരിച്ച മഹാനടൻ ജയൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ജയനെ ഞാനിന്ന് ഓർമ്മിച്ചു പോവുകയാണ്. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഒരിടത്തൊരു സ്വസ്ഥമായിട്ട് ഇരിക്കട്ടെ. ഒരു ചെയർ കിട്ടി, നമ്മളവിടെ ഇരിക്കുന്നു. ഇവിടെയാണോ കാറ്റ് വീശുന്നത്? എവിടെയോ കാറ്റ് വീശട്ടെ. അപ്പോൾ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നമ്മുടെ ജയനായിരുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ആണ് നമ്മുടെ ജയനെങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താ പറയുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ. ഇറാന്റെ ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കാതിലുള്ള അഴുക്കെടുക്കാമായിരുന്നു. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു ജയനാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഡയലോഗ് ഇതായിരുന്നു. ഞാൻ വേണമെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ കേൾക്കെ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഇറാന്റെ ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കാതിലെ അഴുക്കെടുക്കാമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഇസ്രായേലില് ഷബാത്ത് കഴിഞ്ഞ ഉടനെ എല്ലാ എന്താ പറയുന്ന വാർത്താ ചാനലുകളിലും ഇവിടുത്തെ ഇസ്രായേലിലെ എല്ലാ ഇതിനകത്തും ഇത് വന്നുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ വളരെയധികം ശക്തമായ ബാലസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്നും പുറപ്പെടുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ അവരവരുടെ അഭയ കേന്ദ്രങ്ങളിൽ തന്നെ പാർക്കുക, ഞങ്ങൾ പറയാതെ നിങ്ങൾ ആരും പുറത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞുള്ള എന്താ പറയുന്ന ഇത് വരികയായിരുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചെവിയിൽ അഴുക്കിരിക്കുന്നു. അതൊന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഇറാൻ അയച്ചു കൊടുത്ത ബാലസ്റ്റിക് മിസൈലുകളായിരുന്നു. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കപ്പാസിറ്റി വെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സാധാരണ ബഡ്സ് വെച്ച് ചെവിയിൽ അഴുക്കെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ തുലുക്കന്മാരാണ് ഈ ജയനായിരുന്നെങ്കിൽ എങ്ങനെ പറഞ്ഞേനെ? അതായത് ബെഞ്ചമിൻ നെതന്യാഹു ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ജയൻ ബെഞ്ചമിൻ നെതന്യാഹു. പട്ടി കുരയ്ക്കുന്ന പട്ടിയെ ഓരോ നടന്മാരുടെ പേരിൽ കുരയ്ക്കത്തില്ല, ഇതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു എന്താ പറയുന്ന ജയനാകുമ്പം ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ഇറാന്റെ ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ ചെവിയിലെ അഴുക്കെടുക്കാമായിരുന്നു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വരും.
പക്ഷെ തുലുക്കന്മാർ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പറയുന്നത്. തുലുക്കന്മാർ പറയുമ്പോഴത്തേക്കും എന്റെ ഇറാനിൽ നിന്നും ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കൊതഭോഗം നടത്താമായിരുന്നു എന്ന് തള്ളാഹുവിന്റെ മകൻ കൊതമ്മദാണെങ്കിൽ ഇറാന്റെ മിസൈലിനെ അങ്ങനെ പറയത്തുള്ളായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് പിന്നെ അത് ചെവിയിൽ അഴുക്കെടുക്കാനുള്ള സാധനമായിട്ട് അങ്ങിരിക്കുക. അപ്പൊ നാട്ടിലെല്ലാം മാധ്യമങ്ങളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ശക്തമായ പ്രഹരം ഏറ്റു, ഭയങ്കരമായിട്ട് തിരിച്ചടിച്ചു. എവിടെ അടിച്ചു? ടെഹ്റാൻ എന്ന് കത്തുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ടെഹ്റാൻ ആഭ്യന്തര മന്ത്രാലയം വരെ നിന്ന് കത്തുകയാണ്. ഇതുവല്ല നിങ്ങൾ അറിയിച്ചോ ടെഹ്റാനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്? ആഭ്യന്തര മന്ത്രാലയം വരെ മുബാറക്ക് അണ്ണാടമ്പിൽ ബങ്കറിൽ നിന്നും എപ്പോൾ എണ്ണീറ്റ് വന്നു കത്തിച്ചു? എപ്പോൾ എണ്ണീറ്റ് വന്നുന്നോ? അത് നിന്റെ ഉമ്മ പോയതിന്റെ പുറകെ നിന്ന് ഞാൻ പോയായിരുന്നല്ലോ. മുബാറക്ക് അണ്ണാടമമ്പിൽ നീ അറിഞ്ഞില്ലായിരുന്നോ? നിന്റെ ഉമ്മ ബംഗറിൽ കുനിഞ്ഞു നിൽക്കുന്ന സമയത്ത് നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റാനായിട്ടാ ഞാൻ കയറിയത്. അപ്പൊ നിന്റെ ഉമ്മ എപ്പോഴേ എണീറ്റ് പോയി, മനസ്സിലായി? മിസൈലും മേടിച്ചിട്ട് ഉമ്മ നേരെ ഇറാനിലോട്ട് വിട്ടിട്ടുണ്ട് ടെഹ്റാൻ കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ബംഗറിലാണെന്ന് പറഞ്ഞ് സുലാപ്പികൾ സന്തോഷത്തിലാണ്. അതെ, ഭയങ്കര സന്തോഷം. പിന്നെ ഇസ്രായേൽ പിന്നെ ബംഗറിൽ പറഞ്ഞു വിടാതെ മിസൈലുകൾ വരുമ്പോഴത്തേക്ക് മിസൈലിന്റെ നടുക്ക് ഇങ്ങനെ നെഞ്ചു പിരിച്ച് നിന്നത് പറയാൻ പറ്റുമോ ഇസ്രായേലിന്? എന്തുവാടാ വിവരം കെട്ടവന്മാരെ? അതിന് നമുക്ക് ബുദ്ധി, കാട്ടുകഴുതകളുടെ ബുദ്ധിയുള്ള നമുക്ക് എങ്ങനെയാണ് ബുദ്ധിയുള്ളത്? ഇവിടെ എല്ലാവരും സേഫാണ്, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ രാവിലെ ഹൈഫയില് ഒരു ബോംബ് വീണതിനകത്ത് 4 സുഡാപ്പികൾ തന്നെയാ ചത്തുപോയത്. അതാണ് അതിനേക്കാളും രസം. ഇവിടെ വീണ് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും സന്തോഷിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീണ് മരിച്ചവരെല്ലാം യഹൂദന്മാരെന്നാ. അതും 4 സുഡാപ്പികളെയാ തട്ടിപ്പോയത്. ഇസ്രായേലികൾക്ക് ഇറാനുകാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഇസ്രായേലിനൊരു ഗുണമായല്ലോ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ടെഹ്റാൻ നിന്ന് കത്തുകയാ. ആഭ്യന്തര മന്ത്രാലയം കത്തിച്ചു കഴിഞ്ഞു. ഇതുവല്ലം വാർത്തകളിൽ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ടെഹ്റാൻ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങളൊരു ലോകത്തിന്റെ വേൾഡ് മാപ്പ് എന്ന് തുറന്നു നോക്ക്. നിങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇത്തിരി പോണം വരുന്ന ഒരു രാജ്യം, ഒരു കുഞ്ഞു രാജ്യം, ആ രാജ്യം നിന്ന് ഇറാൻ എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ കൺട്രിയാണ് ഇറാൻ എന്ന് പറയുന്ന കൺട്രി. ആ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയൊരു രാജ്യമായിരിക്കുന്ന ആ ഇറാന്റെ മേളിൽ എയർബേസ് മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ടെഹ്റാനിൽ കത്തി അവിടെ ഇനി ഒന്നും ബാക്കിയില്ലെന്നുള്ളത് വേണം പറയാൻ. ആഭ്യന്തര മന്ത്രാലയം കത്തി. കൊമേനി റഷ്യക്ക് വേണ്ടി നാട് വിട്ടു എന്ന് പറഞ്ഞു. കൊമേനി റഷ്യയിൽ നാട് വിട്ടു. ഇങ്ങനെ എല്ലാവരും ഓട്ടം മുറയുമ്പോഴത്തേക്കും ഇവിടെ ബംഗറിൽ ഇരിക്കുന്നതിന്റെ പേരും പറഞ്ഞങ്ങ് കിണിക്കുക. പിന്നെ ബംഗറിലിരിക്കാതെ പിന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചെവിയിൽ അഴുക്കെടുക്കാൻ വേണ്ടി കുറെ ബാലസ്റ്റിക് മിസൈലുകൾ പറഞ്ഞു വിടും. ഈ ബാലസ്റ്റിക് മിസൈൽ പറഞ്ഞു വിടുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ പൊന്നു മക്കളെ, ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കും. എങ്ങനെയാണെന്നറിയാമോ? 1-2 വിട്ടാനങ്ങ് വിട്ടേരെ. ബാക്കിയുള്ളതിനെയൊക്കെ ആകാശത്ത് മണ്ഡലത്തിൽ വെച്ച് പൊട്ടിച്ചേരെ. ഈ 1-2 വേണം താഴെ വീഴാൻ. ഇത് വീഴും തോറും അടിക്കാൻ നമുക്ക് കുറച്ചുകൂടി അവസരം കിട്ടിക്കൊണ്ടിരിക്കും. അതിന് ഇസ്രായേൽ തന്നെ മുൻകൈ എടുത്ത് എന്ത് ചെയ്യുകയാണ്? അതിന് അനുവാദം കൊടുക്കുന്നതാണ്. കാരണം അവിടെയുള്ള ജനങ്ങളെയൊക്കെ ഓൾറെഡി ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ച് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർ പോകും. അതും കേൾക്കാതെയും കൊള്ളാതെയും കറങ്ങി കിടക്കുന്ന അറബികളുണ്ടല്ലോ, അവന്മാരുടെ മൂട്ടിലിട്ട ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അവന്മാരായി ഇപ്പൊ ആശുപത്രികളിൽ കിടക്കുന്നതും അതിന്റെ ആഘോഷം കാണാൻ വേണ്ടി പുറത്തിറങ്ങി നിൽക്കുന്ന അറബികളുടെ പള്ളക്കെട്ട് അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന. അല്ലാതെ ഇസ്രായേൽ തന്റെ ജനതയെല്ലാം സേഫ് ആക്കേണ്ടടുത്ത് സേഫ് ആക്കിയിട്ട് ഇസ്രായേൽ തന്നെ പറയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉത്തരവോടുകൂടി തന്നെ അവിടുന്ന് വിടുന്ന ബാലസ്റ്റിക് മിസൈൽ എല്ലാം പൊട്ടിക്കാൻ നിൽക്കേണ്ട, അതിൽ 1-2 താഴെ വീഴാൻ സമ്മതിച്ചേരെ. അത് ഏത് ഭാഗത്തേക്കാണെന്ന് നോക്കിയിട്ട് അവിടേക്ക് അങ്ങ് വിട്ടേരെ, കുഴപ്പമൊന്നുമില്ല. അത് വീഴുന്തോറുമാണ് നമുക്ക് ടെഹ്റാനെ അടിച്ചു നിരത്താനുള്ള അവസരങ്ങൾ കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് തന്ത്രപരമായിട്ട് അവർ നടത്തുന്ന നീക്കങ്ങളെയൊക്കെ നീയൊക്കെ ആഘോഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ പന്നിവാണങ്ങളെ എന്താ വിളിക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇസ്രായേല് തന്ത്രപരമായി നടത്തുന്ന അവരുടെ നീക്കങ്ങളെല്ലാം പന്നിവാണങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അക്കൂൽ ഭദ്രൻ, ചേച്ചി ഓടിക്കോ ജീവൻ വേണേല്. അതേ മോനെ, നിന്റെ ഉമ്മാടെ കൊതം പൊട്ടാതിരിക്കണമെങ്കിൽ വേഗം നിന്റെ ഉമ്മാടെ വീട്ടിനകത്തോട്ട് കയറി നിന്റെ ഉമ്മാടെ എന്തുവാ
ഭദ്രനെ നിന്റെ ഉമ്മയാണോ അമ്മയാണോ എന്ന് അറിയത്തില്ല. അവിടെ ഗോതമ്പ് പൊട്ട വെടിയാണോ തൃശ്ശൂർ വെടിയാണോ ഏത് വെടിയാണോ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്റെ ദൈവമേ എന്തൊരു കാറ്റപ്പാ ഇത്. അതും കൂടി എവിടെയെങ്കിലും ഒരു റേഞ്ചുള്ള സ്ഥലത്തിരിക്കാം. അതും കൂടി കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ നീക്കങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ പൊട്ടന്മാർ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്, അവിടെ എന്താ നടക്കുന്നത് എന്നൊന്നും അറിയാതെ, ഇറാനിൽ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും പറയാതെ ആഷിഖ് മേപ്പടത്തിന്റെ അമ്മുമ്മ കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ മോൻ അതേ കസേരയിലിരിക്കുന്നത് ആഷിഖ് മേപ്പടത്ത്. എടാ ആഷിഖ് മേപ്പടത്തെ നിന്റെ അമ്മുമ്മയില്ലേ, നിന്റെ അമ്മയെ നിന്റെ ഉമ്മേനെ കാന്തപുരത്തിന് കൂട്ടിക്കൊടുത്ത വകയിലുണ്ടായ മോനാണോ നീ മേപ്പടത്തെ, ആഷിഖ് മേപ്പടത്തെ? അതോ കുണ്ടി ഉമ്മയുടെ പേര് ബൂറി മോളെന്നാണോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ആഷിഖ് മേപ്പടത്തെ, എടാ നിന്റെ ഉമ്മയ്ക്ക് പൂറി മോളെന്ന് നീ പേരിട്ടതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിന്റെ ഉപ്പുപ്പായോട് പറയണം. എന്റെ ഉമ്മയ്ക്ക് എന്തിനാടാ പൂറി മോളെ ഏത് പേരിട്ടതെന്ന് നിന്റെ ഉപ്പുപ്പായോട് ചോദിക്കണോടാ ആഷിഖ് മേപ്പടത്തെ. കേട്ടടാ കഴിവേറി മോനെ, നിന്റെ ഉപ്പുപ്പായോട് പോയി ചോദിക്കണം. എന്റെ ഉമ്മയ്ക്ക് എന്തിനാ ഉപ്പുപ്പ ആഷിഖ് മേപ്പടത്തെ നീ പോയി ചോദിക്കണം. എന്റെ ഉമ്മയ്ക്ക് എന്തിനാടാ ഉപ്പുപ്പ പൂറി മോളെ എന്ന് പേരിട്ടത്, വേറെ എന്തെങ്കിലും പേരിട്ടുകൂടായിരുന്നോ നീ ചോദിക്കണം. മനസ്സിലായോ? നിന്റെ ഉമ്മ പൂറി മോളുടെ കാര്യം പറയാൻ ഇങ്ങോട്ട് പേരെടുത്തിട്ട് വരരുത്, എന്റെ പേജിനകത്തോട്ട് വരരുത്. നിന്റെ ഉമ്മയുടെ കോതത്തിനകത്തോട്ട് ഇറാൻ അയച്ച മിസൈലിന്റെ ബാക്കിയുണ്ട്, അത് വെച്ച് പൊട്ടിച്ചാലുണ്ടല്ലോ നിന്റെ ഉമ്മയുടെ കോതം പൊട്ടിത്തെറിക്കും ആഷിഖ് മേപ്പടത്തെ. ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ റീനയുടെ പേജിലാ നിങ്ങളോടൊന്നും ദൈവദാശനൊന്നും കാണിക്കുന്നൊന്നും വർത്തമാനമൊക്കെ പറഞ്ഞോ, ലോകത്തിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. പക്ഷെ എന്റെ പേജിൽ വന്ന് വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ വരണം. അല്ലാതെ വർത്തമാന ലോകമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേജിൽ ഫേക്ക് ഐഡിയിൽ കയറി വന്നാൽ എന്റെ സ്വഭാവം ഞാൻ മാറ്റും. മറിയാനോ തോമസേ, തന്റെ ഇടമുള്ളവൻ കബീർ കേറ്റി വെടി വന്നോന്ന്. അതെ, ഉമ്മാന്റെ വെടി വന്നിട്ടുണ്ടല്ലോ കബീർ കേറ്റി. മക്കളെ, ആ കബീർ കേറ്റിയുടെ പ്രൊഫൈൽ ഇങ്ങോട്ടൊന്ന് തന്നെ. അവന്റെ ഉമ്മേന്റെ വെടി ഒന്ന് നമുക്ക് ഇപ്പൊ കാനര വെടി ഇപ്പൊ തരാവേ, വെയിറ്റ് ആക്കണേ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ, ഇപ്പൊ നീ ചാകുവേ കേട്ടോ, വിഷമിക്കണ്ടായേ. ഷാജി നാട്ടിൽ പ്രചരണം ഇസ്രയേലിൽ നിന്ന് കത്തുവാണ്. ആഷിഖ് മേപ്പടത്ത് ആഷിഖ് റെഡ് ഗ്രീൻസ് പൊണ്ണാട് മഞ്ചേ. സോറി മക്കളെ, ഫേക്ക് പ്രൊഫൈലിൽ വന്ന് എന്റെ അടുത്ത് കമന്റ് ഇട്ടാൽ ഞാൻ ബ്ലോക്ക് ആക്കും. സ്വന്തം പ്രൊഫൈലുകൾ നിങ്ങൾ ഇത് എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കാൻ റെഡിയാ. ജോൺസൺ മാമൻ, പ്ലീസ് സഹോദര, നിങ്ങളൊന്ന് മാറിയിരിക്കെ, അപ്പുറത്ത് വല്ലതും പോയിരിക്കെ. യുദ്ധസമയത്ത് യുദ്ധക്കളത്തിനകത്തോട്ട് കയറി വന്നിട്ട് തോന്നിയ ഈ തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഞാൻ മാറ്റും. ജോൺസൺ മാമനെ ഞാനൊന്നും പറയത്തില്ല. ഞാൻ നിൽക്കുന്നത് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാതെ യുദ്ധക്കളത്തിനകത്ത് വന്നിരിക്കുന്നവനോട് പറയുക സ്നേഹത്തിൽ നിൽക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാരോട് ഭാര്യമാരെയും മക്കളെയും എന്ന് ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് മക്കളെ സ്നേഹത്തോടെ സഹകരിച്ചു കൊടുക്കും. മക്കളെ ആ ബലാത്സംഗം ചെയ്യാൻ വരുന്നവനോട് സ്നേഹത്തോട് സഹകരിച്ചു കൊടുക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടക്കുന്ന ഭാര്യയോടും മക്കളോടും അമ്മയോടും പോയി പറഞ്ഞുകൊടു, വിവരം കെട്ടവന്മാരെ, നന്നാകു ഗതി കെട്ടാത്തവന്മാരെ, കഴിവേറി മക്കളെ. നീയൊക്കെ സാഹചര്യം മനസ്സിലാക്കാതെ എവിടെ എന്ത് സാഹചര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാത്ത കുറെ മൊണ്ണ ക്രിസ്ത്യാനികൾ ഇറങ്ങിയിട്ടുണ്ട്, കഴിവേറി മക്കള്. കൊമ്പാൻ സൂപ്പി മക്കളെ, ആ പ്രൊഫൈൽ ഇങ്ങോട്ട് തന്നെ. അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്നും യുദ്ധക്കളത്തിൽ എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടതെന്ന് പോലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കുറെ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സ്നേഹത്തിൽ അങ്ങ് സംസാരിക്കണം പോലും. പിന്നെ
ആ യുദ്ധക്കളത്തിൽ നിന്ന് പെൺപിള്ളേരെ ബലാത്സംഗം ചെയ്യുകയും എടാ കഴിവേറി മക്കളെ വീട്ടിൽ കയറി നിന്റെയൊക്കെ ഭാര്യമാരെയും മക്കളെയും ബലാത്സംഗം ചെയ്യുന്ന അതേ ഈ ഭാഷ തന്നെയാണ് ഇവന്മാർ ഇവിടെ വന്ന് ഫേസ്ബുക്ക് പേജിനകത്ത് എന്നോട് ഉപയോഗിക്കുന്നത്. ഇത് നടക്കുന്നത് വെർച്വൽ റേപ്പിംഗാ. ഞാൻ കിടന്നു കൊടുക്കണോ ഈ പന്ന കഴിവേറി മക്കൾക്ക്? കിടന്നു കൊടുക്കണോ? ചെറ്റകളെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നീയൊക്കെ രണ്ട് കോട് നീയൊക്കെ അവിടെ കുത്തിയിരിക്കുമല്ലേ വായും വെച്ചിട്ട്. അതും ചെയ്യത്തില്ല. സ്നേഹത്തില് അങ്ങ് റീന സഹോദരി അങ്ങ് നിന്നു കൊടുക്കണമെന്നാ പറഞ്ഞു കൊടുക്കുന്നത്. ഡെയ്സി ജോസഫിന്റെ പൂറൊന്ന് വിൽക്കാൻ തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു തുലുക്കം ചോദിക്കുന്നുണ്ട്. ഡെയ്സി ജോസഫ് ഒന്ന് കച്ചവടം ചെയ്ത് കൊടുക്കുവോ? ഇപ്പൊ അങ്ങനെ വന്നെയാ ചോദിക്കുന്നത്. ഡെയ്സി ജോസഫിന്റെ പൂറ്റിലോട്ട് ഒരു വെടിവെച്ച് തരട്ടെ എന്ന് പറഞ്ഞൊരു തുലുക്കം നിന്ന് ചോദിക്കുന്നുണ്ട്. ഡെയ്സി ജോസഫേ എന്താ ഉദ്ദേശിക്കുന്നത് മകള്? ഡെയ്സി ജോസഫേ ജെറുസലേം ആണെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു വെച്ച് കൊടുക്കണമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ ഡെയ്സി ജോസഫിന്? ചാക് കഴുതകളെ, മരക്കഴുതകളെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ മൊണ്ണകൾക്കുള്ളതല്ല ഈ പേജ്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ. മനസ്സിലായോ? നിന്നെയൊക്കെ വളർത്തി വെച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് സ്നേഹവും സമാധാനവും സന്തോഷവും സാഹോദര്യവും ഒക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനുള്ളതാ. കണ്ട തെമ്മാടികൾക്ക് കൊടുക്കാനും കൂട്ടിക്കൊടുപ്പുകാരന്മാർക്ക് കൊടുക്കാനും റേപ്പ് ചെയ്യുന്നവന്മാർക്ക് കൊടുക്കാനും ഉള്ളതല്ല അത്. അവന്മാർക്ക് കൊടുക്കേണ്ടത് വേറെയാ. മനസ്സിലായോ? അതാ അവന്മാർക്ക് കൊടുക്കേണ്ടത്. ഇസ്മായേൽ കാവുങ്കല് നിന്റെ ഉമ്മയുടെ കൊതം കൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഏകദേശപ്പെട്ട സമാധാനവും ലോകത്തുണ്ടാകും. നിന്റെ ഉമ്മയുടെ കൊതം കൊണ്ട് കൊടുക്കാൻ പോയതിനാ നീ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായത്, ഒരു തീവ്രവാദി ഉണ്ടായത്. മനസ്സിലായോ? നീ എന്ന് പറഞ്ഞൊരു തീവ്രവാദി ഉണ്ടായത് ഇസ്മായേൽ കവുങ്കൽ നിന്റെ ഉമ്മയുടെ കൊതം കൊണ്ട് നിന്റെ ഉമ്മ ഓടി നടന്ന് കൊടുക്കാൻ നടന്നതുകൊണ്ട്. അവരുടെ കൊതം ഒന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ഏകദേശപ്പെട്ട തീവ്രവാദവും ഈ ലോകത്തിൽ നിന്ന് സമാധാനം കിട്ടിക്കോളും. കേട്ടോടാ വിവരം കെട്ടവനെ, ചെല്ല് ഓട്. നീക്ക് ആരോടാ വന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി കണ്ടൊക്കെ സംസാരിയിര്. കുറെ സമാധാന മതക്കാരങ്ങ് ഇറങ്ങിയിരിക്കുക. ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ ക്രിസ്ത്യാനിയെ വളർന്നിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പഠിപ്പിക്കണ്ട. ജെറുസലേം എന്ന പേജ് കയറി കണ്ടതെന്തുവാ? ദൈവവചനം കേൾക്കാൻ വേണ്ടിട്ടോ? എന്ത് ദൈവവചനം മാത്രം കേട്ടാ മതിയോ നിങ്ങൾക്ക്? ബാക്കിയുള്ളവൻ ഈ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊന്നും മറുപടി നിങ്ങൾ കൊടുക്കത്തില്ല. നിങ്ങൾ കൂട്ടിക്കൊടുപ്പുകാരന്മാരല്ലേ. അമ്മയെ ചോദിച്ച കൂട്ടത്തില് വസ്ത്രം ചോദിക്കുന്നതിനും പുതപ്പ് കൊടുക്കണമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയെ ചോദിച്ചാൽ മോളയും കൂടി കൊടുക്കുന്ന ആൾക്കാരല്ലേ ക്രിസ്ത്യാനി കുറെ കൂതറകള്. ഇങ്ങോട്ട് വന്ന് ഭയങ്കര വിശ്വാസവും സ്നേഹവും പഠിപ്പിക്കുന്നവര്. ഇറങ്ങിപ്പോ വിവരം കേട്ട വർഗമേ. നീയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഭൂമി ഇങ്ങനെ ഈ തുലുക്കന്മാരുടെ കയ്യിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ടവന്മാര്, തിരിച്ചു പ്രതികരിക്കാൻ കഴിവ് കെട്ടവന്മാര് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടാ രാജ്യങ്ങൾ മുഴുവനും തുലുക്കന്മാരുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവൻ എല്ലാം ഇപ്പൊ അവന്മാരുടെ കയ്യിലിരിക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. കേറി വന്ന് മക്കളെ ഭോഗിച്ചാലും അമ്മയും കൂടെ കൊടുക്കും എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ തിരിഞ്ഞു നിന്ന് നീ ഒന്നും ചോദിക്കുമോ? നീയൊക്കെ തിരിഞ്ഞു നിന്ന് ചോദിക്കാത്തത് കൊണ്ടാണ് ആ വിവരം കെട്ടവന്മാരെ ഇവന്മാരെ ലോകം മുഴുവനും പിടിച്ചടക്കുന്ന രീതിയിൽ വളർന്ന് പന്തലിച്ചെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലായോ? നീയൊക്കെ തിരിച്ചു ചോദിക്കാത്തതിന്റെ കുഴപ്പമാണ് ലോകം മുഴുവനും ഈ സാത്താനിക തീവ്രവാദം പടർന്നു പന്തലിച്ചതും. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കണ്ടേനെയായിരുന്നു. ഇറാൻ എന്ന് പറയുന്നവൻ 9 അണുവായുധം ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോഴാ ആർക്ക് മനസ്സിലായത്? ബെഞ്ചമിൻ നെതന്യാഹുവിന് കാര്യം മനസ്സിലായത്. ഇങ്ങനെ ഇവന്മാരെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ ഇവന്മാരെ ലോകത്തിന് മുഴുവനും ഭീഷണിയായിട്ട് വന്ന് ഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ രാജ്യത്തിലുള്ള സകല തീവ്രവാദികളെയും അടിച്ചു പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. പറഞ്ഞ മനസ്സിലായോ? കബീർ കേറ്റി ഇതാണ്. കാണാൻ പറ്റുന്നുണ്ടോ കബീർ കേറ്റി? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ പിടിച്ചോ. ഉമ്മാനെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന വെടിക്കുണ്ടായ മോന.
ഉമ്മ പറന്ന് നിറന്ന് വെടിവെച്ചുണ്ടായ മോനെ ആ കബീർ കയറ്റി എന്ന് പറഞ്ഞു. ഉമ്മയുടെ കൊതത്തിനകത്തോട്ടാ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേറ്റ പന്നച്ചേറ്റ ഓടാ കൊതത്തിലുണ്ടായ മോനെ. കാന്തപുരത്തിന് ഉമ്മ വെടിവെച്ചുണ്ടാക്കിയിട്ട മോൻ വന്നിരിക്കുന്നു ഇവിടെ സംസാരിക്കാനായിട്ട്. ഷിഹാബെ ആദ്യം സ്വന്തം പ്രൊഫൈല് ഇട്ടിട്ട് ഈ വീരവാദം ഒക്കെ പറയാതെ ഇങ്ങോട്ട് വാ. ആദ്യം അങ്ങനെയെങ്കിലും ചെയ്യാൻ പഠിക്ക്. മനസ്സിലായോ? മനസ്സിലായോ? ഗിരീഷ് വർമ്മ, എടാ വിവരം കെട്ടവനെ, ചത്തുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാടാ ജീവനോടെ ഇരുന്ന് സംസാരിക്കുന്നേ? എടാ നിനക്കൊക്കെ അല്പമെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിന്നെയൊക്കെ മന്ദബുദ്ധിയെങ്കിലും എന്ന് വിളിക്കാമായിരുന്നു. ജീവനോടെ ഇരുന്ന് സംസാരിക്കുന്ന എന്നോട് വന്നിട്ട് പറയാ ചത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. അൻസാർ അബ്ദുൾ എന്തുവാ? അൻസാർ അബ്ദുള്ള. ഓ എന്റെ ഉമ്മയുടെ കൊതം അവൻ ഓർത്തെന്ന്. അംസാർ അബ്ദുള്ള. അയ്യോ അറിഞ്ഞില്ലായിരുന്നല്ലോ അംസാർ അബ്ദുള്ള. അതെന്താ നിന്റെ ഉമ്മയുടെ കൊതം ഓർക്കത്തക്ക വേണം കീറി പൊളിഞ്ഞിരിക്കുവാണോടാ അൻസാർ അബ്ദുള്ള? ഒരു മിനിറ്റ് സഹോദരന്റെ കോതം പൊളിഞ്ഞിരിക്കുന്നത്. അതെന്താണ് നിന്റെ ഉമ്മയുടെ കോതം അത്രമാത്രം പൊളിയാൻ മാത്രം എല്ലാവരും എടുത്തിട്ട് പണിയുവാണോ? നിന്റെ ഉമ്മയുടെ കോതം എടുത്തിട്ട് സകല തുലുക്കന്മാരും മദ്രസയിലുള്ള ഏടാ അൻസാർ അബ്ദുള്ള? മദ്രസയുടെ സകല തുലുക്കന്മാരും. ഒരു മിനിറ്റ് സഹോദരങ്ങളെ, ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. ആഹാ ഞാൻ ഫേസ്ബുക്കില് ഉമ്മയുടെ കൊതം അൻസാർ അബ്ദുള്ള ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാണിക്കാം. ഉമ്മയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നത് ഈ സമയത്ത് ഇസ്രായേലിലേക്ക് ഇറാൻ നിന്ന് കത്തുന്നത് കണ്ടപ്പോൾ അവന് ഉമ്മയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നത് ഓർത്തുപോലെ. അൻസാർ അബ്ദുള്ള കണ്ടില്ലേ? നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് ഉമ്മയുടെ കൊതം പൊളിഞ്ഞത് നോക്കിയ മോന്. ഇസ്രായേലിൽ നിന്ന് കത്തുന്നത് കണ്ടപ്പോഴത്തേക്ക് ടെഹ്റാനിൽ നിന്ന് കത്തുന്നത് കണ്ടപ്പോൾ അവന്റെ ഉമ്മയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്ന കാര്യമാണ് അവന് ഓർമ്മ വന്നത്. അൻസാർ അബ്ദുള്ള, എടാ നിന്റെ കഴിവേറി മോനെ, നിന്റെ കൊതമേ, നിന്റെ ഉമ്മയുടെ കൊതമേ നാട്ടുകാരിട്ട് പൊളിക്കുന്നതിന് മുമ്പ് വേഗം പോയി നിന്റെ ഉമ്മയുടെ കൊതം രക്ഷിക്കേണ്ട പരിപാടി നോക്ക്. കേട്ടടാ വിവരം കെട്ടവനെ, ഓടിച്ചല്ലേ. അൻസാർ അബ്ദുള്ളേ, ലീലാമ വർഗീസേ, ആദ്യം പോയി ലീലാമ വർഗീസ് എന്തുവാ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് ഇട്. നിനക്കൊക്കെ കമന്റ് ഇടാൻ അത്ര ധൈര്യമാണെങ്കിൽ ഞാൻ ഇവിടെ പെണ്ണായിട്ട് ഒറ്റയ്ക്കല്ലേ ഇരുന്നേ? അബൂബക്കർ കാട്ടിലിരുന്നാണോ പറയുന്നത്? ഇല്ലാടാ നിന്റെ അമ്മയുടെ ഉമ്മാന്റെ കൊതത്തിലിരുന്നോട്ടാ ഞാൻ പറയുന്നത്. കണ്ടില്ലായിരുന്നോ? കാട്ടിലിരുന്നല്ല, നിന്റെ ഉമ്മേന്റെ കൊതത്തിലോട്ടിരുന്ന് കയറി ഇരുന്നിട്ടാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതറിയത്തില്ല വിവരം കെട്ടവന്മാരെ. അൻസാർ അബ്ദുള്ള വിവരം കെട്ടവൻ. ഓ അമ്മയുടെ പേര് പന്നപ്പൊലയാടിയോ? അതെനിക്ക് അറിയത്തില്ലായിരുന്നല്ലോടാ എന്റെ പ്രിയ സഹോദരങ്ങളെ. ഇവന്റെ ഉമ്മാന്റെ പേര് പന്നപ്പൊലയാടി എന്നാണെന്ന് അൻസാർ അബ്ദുള്ളയുടെ. ഷോ ഇസ്രായേൽ എന്തുവാ അൻസാർ അബ്ദുള്ളയുടെ ഉമ്മയുടെ പേരെന്തിനാ എന്നോട് പറഞ്ഞേ? ഓ നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ടായിരുന്നു. ഷേ മോശം 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 മോശം. ഉമ്മയുടെ പേര് ഞാൻ പേര് പറഞ്ഞില്ല, പക്ഷെ അവൻ പേര് പറഞ്ഞു, പന്നപ്പൊലയാടി മോള്. അയ്യോ അങ്ങനെയൊക്കെ ഒരു ഉമ്മയ്ക്ക് പേരുണ്ടോടാ അൻസാർ അബ്ദുള്ളേ? നിന്റെ ഉമ്മയ്ക്ക് എന്തിനാടാ ഈ പേരൊക്കെ കൊടുക്കുന്നേ, പന്നപ്പൊലയാടി മോളെന്നൊക്കെ പറഞ്ഞിട്ട്? എടാ കഴിവേറി മോനെ, എന്റെ പേജിൽ വന്ന്
എന്നെ വിളിക്കാൻ നിനക്ക് തന്റെ ഇടം തോന്നിയല്ലോ. അപ്പം നീ എന്ത് ചെയ്യണം? നിന്റെ ഉമ്മേനെ കൊണ്ടുപോയി കച്ചവടത്തിന് വെച്ചിട്ട് വേണം എന്നോട് വരാനായിട്ട്. അല്ലാതെ നീ വിചാരിച്ചോ നിന്റെ ഉമ്മയും മോളും ഭാര്യയും ഒക്കെ സുഖിച്ചു പൊളച്ച് അവിടെ ഇരിക്കും, നീ എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ട്? പോടാ, നിനക്കുള്ള ഇച്ചിരി പോലത്തെ മുറിയേണ്ടി ഉണ്ടല്ലോ, അതും വെട്ടിയെടുത്ത് നിന്റെ ഉമ്മയുടെ വായിക്കാത്ത ഞാൻ വെച്ചു കൊടുക്കും അൻസാർ അബ്ദുള്ള. പിന്നെ നിന്റെ ഉമ്മയുടെ വായിക്കാത്ത നിന്റെ ഉമ്മ അച്ചാർ കൂട്ടി ചോറ് ചെയ്യുന്നതിന്റെ വരെ നിന്റെ മുറിയേണ്ടി എടുത്ത് വെച്ച് ചോറ് ചെയ്യുന്നതിന്റെ ഗതികേട് ഉണ്ടാക്കി വെക്കും ഞാൻ, നീ ഇവിടെ വന്ന് കൊണയ്ക്കാൻ വന്നു കഴിഞ്ഞാ. മനസ്സിലായോ? മനസ്സിലായോ? അതും കൂടി ഓർത്തിട്ട് വേണം ഇവിടെ വന്നിട്ട് കരയാനായിട്ട്. നവാസ് സൈനു, പാവം ചേച്ചി എല്ലാവർക്കും മറുപടി പറയണം. ആണോ? എന്താ നിനക്കുള്ള മറുപടി പറഞ്ഞേക്കാം. എന്താ നവാസേ സൈനു, നിനക്ക് വല്ല മറുപടിയും ഞാൻ പറയണമെന്ന് ആഗ്രഹമുണ്ടോ? എടാ നവാസ് സൈനു, കമന്റ് ബോക്സിനകത്ത് കമന്റ് വന്നാൽ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കും. അല്ല, നിനക്കും വേണമെന്നുണ്ടെങ്കിൽ നീ ചൊറിഞ്ഞോ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അടി കിട്ടിയതിന് ശേഷം അപ്പുറത്ത് മാറിയിരുന്ന് മോങ്ങരുത്. ഇന്നലെ ഒരുത്തം വന്നല്ലോ, ഷിറാദ് അഷറഫ്, അടി കൊണ്ട് അവസാനം കരഞ്ഞിട്ടിറങ്ങി ഓടേണ്ട ഗതികേട് അവന് വരുന്നു. ഓഹ്യോ എന്റെ ദൈവമേ, ചിമ്പാൻസിയോ? ആര്? നിന്റെ ഉമ്മയോ? അറിഞ്ഞില്ലായിരുന്നല്ലോടാ. അറിഞ്ഞില്ലായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നിന്റെ ഉമ്മയുടെ പേര് ആദ്യം പറഞ്ഞു പൊലയാടി മോളെന്നാ അവന്റെ ഉമ്മേന്റെ പേരെന്നാ പറഞ്ഞത്. ഇപ്പം വന്നിട്ട് പറയുവാണ് ഇവന്റെ ഉമ്മേന്റെ പേര് ചിമ്പാൻസി ആണെന്ന്. ഇതാ ചിമ്പാൻസിക്കുണ്ടായ മോനെ കണ്ടോ നിങ്ങക്ക്? ചിമ്പാൻസിക്കുണ്ടായ മോനാണ് ദേ ഈ ഇരിക്കുന്ന ഈ മോന്. ഉമ്മാനെ പൊലയാടി മോളെന്ന് പേരിട്ട് വിളിക്കുന്ന പൊന്നു മോന്. ഉമ്മയുടെ പേരറിയാമല്ലോ നിങ്ങൾക്ക്. ഇവന്റെ ഉമ്മയാണ് പറവെടി ഉമ്മ, ഓടി നടന്ന് വെടിവെച്ചുണ്ടാക്കിയ വകയിലുണ്ടായ മോൻ. ചിമ്പാൻസിക്ക് ഉമ്മ കൊതം കൊടുത്തുണ്ടാക്കിയ മോനാ ഇത്. SDP-യുടെ ആളാണല്ലേ? ചുമ്മാതല്ല ഉമ്മ ഓടി നടന്ന് കൊതം കൊടുത്തത് നിന്നെ ഉണ്ടാക്കിയത്. നീ SDP-യുടെ ആളായതുകൊണ്ടാ. ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയാണോ നിന്റെ ഉമ്മ? അറിഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഈ കൊച്ചേതാടാ? അമ്മ തൂറി ഉണ്ടാക്കിയതാണോ? നിന്റെ ഭാര്യ തൂറി ഉണ്ടാക്കിയ സാധനമാണോ ഇത്? ഇവന്റെ ഭാര്യ ഏതോ ഒരു തുലുക്കന്റെ കൂടെ കിടന്ന് ഓടി നടന്ന് തൂറി ഉണ്ടാക്കിയ സാധനമാ. അതെന്താ? പറവടി ഭാര്യയും പറവടി ഉമ്മയൊക്കെ ഇരിക്കുമ്പോഴല്ലേ നിനക്കൊക്കെ ഈ വായിക്കാത്തൂടി ഇമാതിരിയുള്ള വാക്കുകൾ വരത്തുള്ളൂ. എടാ വിവരം കെട്ടവനെ, നിന്റെ ഭാര്യ ഓടി നടന്ന് തൂറി ഉണ്ടാക്കിയ സാധനത്തെ ഇട്ടോണ്ട് നീ എന്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോടാ? കുമാരി വിജയമേ, നേരാവണ്ണം ഇറങ്ങിപ്പോണോ അതോ അടികൊണ്ട് ഇറങ്ങിപ്പോണോ? എന്താണ് കുമാരി വിജയത്തിന്റെ ഉദ്ദേശം? കർത്താവ് ദുഃഖിക്കുവോ? എന്നാ നിന്നെ ഒരു കുമാരി വിജയത്തിനെ എടുത്തിട്ട് ഒരുത്തം വന്നിട്ട് എന്തിയോ നിന്റെ കോതത്തിനകത്തിട്ട് അടിക്കുവാ. നീ ഒന്നും പറയാതെ കർത്താവേ ശ്രോത്രം എന്റെ കോതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നവന് ബലം കൊടുക്കണേ, ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് സന്തോഷിക്കുവോ? ഡിയർ കുമാരി വിജയം എന്നോട് പറയുകയാണ്, ഡിയർ റീന, പലരും നെഗറ്റീവ് പറയും, അതിന് തിരികെ അതേ രീതിയിൽ നാമും മറുപടി പറഞ്ഞാൽ കർത്താവ് ദുഃഖിക്കും പോലെ. ശാന്തമാകൂ. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പൊ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കുമാരി വിജയത്തിന്റെ കോതം എടുത്തു വെച്ചിട്ട് ഒരുത്തം വന്ന് കാര്യമായിട്ട് മിസൈൽ കയറ്റുക. അപ്പൊ കുമാരി വിജയം അവിടെ നിന്നിട്ട് പറയുകയാണ്, എന്റെ കൊതത്തിനോട്ട് മിസൈൽ കയറ്റുമ്പോൾ കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്റെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റുന്നവന് സുഖവും ബലവും ആരോഗ്യവും കൊടുക്കണേ കർത്താവേ എന്ന് കുമാരി വിജയം പറഞ്ഞാൽ കർത്താവ് സന്തോഷിക്കുമോ മകളെ? കുമാരി വിജയം അങ്ങനെ പറഞ്ഞാൽ കർത്താവ് സന്തോഷിക്കുമോ? ഹഷീം ഉറുനിയൻ, ഒരു മിനിറ്റ് സഹോദര, ഇപ്പൊ വരാവേ. ഹഷീം ഉറുനിയൻ, ഒരു മിനിറ്റ്, വിഷമിക്കണ്ടായേ, ഇപ്പൊ തരാവേ. നീ കുറച്ച് കഴിയുമ്പോ ചത്തു പോവേ. ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. ഹഷീം ഉറുനിയൻ, ഹഷീം, അതിന്റെ സ്പെല്ലിങ് ഹഷീം. ഇപ്പൊ തരാവേ. ഉറുനിയൻ, ഹഷീം ഉറുനിയൻ. ദേ
പറവടി ഉമ്മ ബസ് സ്റ്റാൻഡിൽ വെടിവെച്ച് ഉണ്ടാക്കിയിട്ട മോനാണ്. ആ വെടിവെപ്പിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറിച്ച് വന്ന ഒരു സാധനമാണ് ഈ ഹഷീം ഉറിനിയൻ എന്ന് പറയുന്ന ഈ സാധനം. അപ്പം ആ സാധനത്തിന് എന്തുവാ എൻ്റെ ഉമ്മേനെ ഉമ്മയുടെ കൊതത്തിലായിട്ട് ഇസ്രായേലിൽ ബാക്കി കിടക്കുന്ന മിസൈൽ കൊടുക്കും. എൻ്റെ ഉമ്മയ്ക്ക് തികയുന്നില്ലെന്നാവും പറയുന്നത്. അതിനെന്താടാ ഹഷീമേ? ഹഷീമേ, നീ ഇസ്രായേലിനോട് ചോദിക്കണ്ട, ഡയറക്റ്റ് ഇറാനോട് ചോദിച്ചേരെ. നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇവിടെ കിടക്കുന്ന തികയുന്നില്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇറാൻ ഡയറക്റ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു നോക്ക്. അവർ തരുവാൻ സാധ്യത കൂടുതലായിരിക്കും നിനക്ക്. മനസ്സിലായോ? ഹാഷിം ഉറിനിയൻ മോനെ, പറഞ്ഞേ പിടിയെട്ടിയോടാ കഴിവേറി ചെല്ല്. ഇത് ഇവന്റെ പ്രൊഫൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഈ സാധനം. ഉമ്മയുടെ ഓടി നടന്ന് കൊതമടിയിൽ ഉണ്ടായ മോന് കണ്ടോ? മനസ്സിലായോ? അതുകൊണ്ട് സ്ഥലം കാലിയാക്കും മോനെ, നിനക്ക് ആള് മാറിപ്പോയി. ഇറാൻ പൊട്ടിക്കും നിന്നേന്ന്. ഇറാൻ പൊട്ടിക്കൊണ്ടിരിക്കുവാടാ. ഇറാൻ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇറാൻ ഇങ്ങോട്ട് പൊട്ടിക്കണ്ട. ഇറാൻ അവിടെ ഇറാൻ മനസ്സിലായോ? ഇറാനെ അവിടെ കിടന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ല അല്ലേ? വാർത്താ ചാനലുകളൊന്നും പറയുന്നില്ല അല്ലേ? എന്നാ പിന്നെ പറയണ്ട വാർത്താ ചാനലുകള്. മനസ്സിലായോ? പറയാതിരിക്കുന്നേ നല്ലത്. എന്നിട്ട് വേണം ഇറാൻ മൊത്തത്തിൽ കത്തിക്കരിഞ്ഞതിന് ശേഷം വാർത്താ ചാനലുകൾക്ക് അപ്പുറത്ത് മാറിയിരുന്ന് എന്ത് ചെയ്യാനായിട്ട്, മോങ്ങാനായിട്ട്. ഇറാന് മൊത്തം തീർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിലോട്ട് കണ്ണുനട്ടങ്ങ് ഇരുന്നോ? മനസ്സിലായോ? ഒരു മിനിറ്റ്. ലോകം മുഴുവനും തീവ്രവാദികള് ഇങ്ങനെ പെറ്റുപെരുകാൻ വിട്ടത് മുഴുവനും കുറെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഇസ്രായേൽ, അതെന്റെ ഇറാന്റെ കുണ്ടി പൊളിഞ്ഞിരിക്കുവാ ഇപ്പം. ഇറാന്റെ കുണ്ടി പൊളിഞ്ഞാലും അവ എന്റെ അമ്മയുടെ 2 കണ്ണ് പൊട്ടിയാലും കുഴപ്പമില്ല. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ വീട് മുഴുവനും കത്തി നശിച്ചാലും കുഴപ്പമില്ല, അവന്റെ ഒരു വാഴക്കുല കത്തിയല്ലോ, സമാധാനം എന്ന് പറയുന്നത് പോലെയാ ഈ വൃത്തികെട്ട തുലുക്കന്മാരുടെ രീതി എന്ന് പറയുന്നത്. എന്റെ വീട് മുഴുവനും നശിച്ചു പോയാലും കുഴപ്പമില്ല, അവന്റെ വാഴക്കുല ഒന്ന് കത്തിയല്ലോ അപ്പുറത്തെ പറമ്പിലെ, സമാധാനമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമെ സ്പീച്ച് ആദ്യം പോയിട്ട് നീ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാടാ, വന്നിട്ട് സംസാരിക്കട വിവരം കെട്ടവരെ. എന്നിട്ട് വന്ന് സംസാരിക്കും. ചെല്ല് വിവരം കേട്ടവനെ. അബ്ദുൾ റസാഖ് കുമ്മരൻ നെല്ലൂര് പോയി സ്വന്തം പ്രൊഫൈൽ ഇട്ട് വന്ന് കമന്റ് ഇട്. മനസ്സിലായോ? ജലീല് VK മുറി ചത്തില്ലേ മോളേന്ന്. എടാ വിവരം കെട്ടവനെ, ജീവനോടെ ഇരുന്ന് സംസാരിക്കുന്ന എന്നെ നോക്കി ചത്തില്ലേ മോളേന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വിവരക്കേട് എത്രമാത്രം ഉണ്ടടാ വിവരം കെട്ടവനെ. എടാ നിനക്കൊക്കെ വിവരം അല്പമെങ്കിലും അല്പമെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ജീവനോടെ ഇരുന്ന് സംസാരിക്കുന്ന എന്റെ മുഖത്ത് നോക്കിയിട്ട് ചത്തില്ലേ എന്ന് പറയുമ്പോ ചാകാൻ നിങ്ങൾ ഒത്തിരി കൊതിക്കുന്നുണ്ടെന്ന് എനിക്കല്ല വൃത്തിമാണം അറിയാം. പക്ഷെ നിന്റെയൊക്കെ 16 അടിയന്തരം എടുത്തോണ്ടല്ലാണ്ട് ഞാൻ ചാകത്തില്ലടാ വിവരം കെട്ടവന്മാരെ. അതാദ്യം മനസ്സിലായോ? നിന്റെയൊക്കെ 16 അടിയന്തരം തീർക്കാതെ ഞാനൊന്നും ചാകത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ചെല്ല്. റഫി പോയി നിന്റെ ഉമ്മയെ ഇപ്പൊ ചെയ്യുന്ന പണിയെ ആദ്യം പോയി നോക്കാൻ പറ. മദ്രസയിൽ വെളിച്ചെണ്ണ തീർന്നു പോയെന്ന് മനസ്സിലായോ? ആദ്യം ഉമ്മയുടെ അടുത്ത് വെളിച്ചെണ്ണ
ആട്ടാനുള്ള പരിപാടി വല്ലതും നോക്കാൻ പറ. ഉണ്ടന്മാരിപ്പോ ക്യൂ നിൽക്കുവാ നിന്റെ ഉമ്മയുടെ അടുത്ത് വെളിച്ചെണ്ണ തീർന്നതിന്റെ പേരില്. ചെറ്റകള്, പോടാ 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 വിവരം കെട്ടവന്മാരെ, പോയി ചെല്ല്. സഹോദരങ്ങളെ, ഇസ്രായേലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേല് ഇപ്പോഴും സമാധാനത്തിലാണ്. ഇസ്രായേലിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടുന്ന് കുറെ ബാലസ്റ്റിക് മിസൈലുകൾ അയച്ചു. ഇസ്രായേൽ അത് ചെവിക്ക് ബെഞ്ചമിൻ നെതന്യാഹു ചെവിയിൽ അഴുക്കെടുക്കാൻ വേണ്ടി എടുത്തിട്ട് അതങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എല്ലാം ആകാശമണ്ഡലങ്ങളിൽ വന്ന് പൊട്ടിത്തെറിച്ചു, എല്ലാം പോയിട്ടുണ്ട്. മനഃപൂർവ്വം ഇസ്രായേലിന്റെ അധികൃതരുടെ സഹായത്തോടു കൂടി തന്നെ 1-2 ഒക്കെ തെറ്റി ഒഴിഞ്ഞ് ആളില്ലാത്ത പ്ലേസുകളിൽ വീഴാൻ പറഞ്ഞിട്ടുണ്ട്. ചിലത് കെട്ടിടങ്ങളിൽ തന്നെ വീഴാൻ അവർ അനുവദിച്ച സംഭവങ്ങൾ തന്നെയാണ്. അവിടുന്നുള്ള ജനവാസങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇന്നലെ 4 പേര് മരിച്ചു. 4 മരിച്ചത് അറബികളാ, തുലുക്കന്മാരാ ചത്തു കൊലഞ്ഞത്. ഇസ്രായേലിന് ചെയ്യാൻ പറ്റാത്ത പണി ഇറാൻ ചെയ്തു, സഹായിച്ചു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ ടെഹ്റാനിലെ ആഭ്യന്തര മന്ത്രാലയം നിന്ന് കത്തുക, ടെഹ്റാനിലെ സകല പ്ലേസും നിന്ന് കത്തുക, ഇസ്രായേൽ ടെഹ്റാന്റെ മുകളിൽ നിന്ന് അടിക്കുക. അതായത് ഒരു രാജ്യത്തിന്റെ മുകളിൽ പോയി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കയറി നിന്ന് എന്തുവാ അടിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണ്ടേ നിങ്ങൾ, ഇസ്രായേലിന്റെ ശക്തിയും പവറും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒരു രാജ്യത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് റിസ്ക് എടുത്ത് ലോകത്തിലെ ഒരു രാജ്യങ്ങളും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യവും ഇത്ര ധൈര്യത്തോടു കൂടി എന്ത് ചെയ്യത്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യത്തില്ല. അത്രയും ധൈര്യമായിട്ട് ഇസ്രായേല് ആ രാജ്യത്തിന്റെ മുകളിൽ കയറി നിന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ടെഹ്റാനിൽ ഇന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ബോംബിടാൻ പോവുകയാണ്, അവിടുന്ന് നിങ്ങൾ മാറിത്തരണമെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക്, സിവിലിയൻസിന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് എങ്ങനെയാണോ ഗാസയിൽ അടിച്ചത് അതുപോലെ അടിച്ച് തീർക്കുകയാ. ആഭ്യന്തര മന്ത്രാലയം തകർത്തു. വാർത്തകളുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ടെഹ്റാനിലെ സകല എണ്ണപ്പാടങ്ങളും കത്തി നശിച്ചു. വാർത്തകളുണ്ടോ നിങ്ങൾക്ക്? ഇനി ദാരിദ്ര്യ രാജ്യമായിട്ട്, ഇറാഖിനേക്കാളും കഷ്ടമായ രാജ്യമായിട്ട് ഇറാൻ മാറാൻ പോകുകയാണ്. മനഃപൂർവ്വം ഇസ്രായേല് എന്ത് ചെയ്യുകയാണ്, അവിടുന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞു തന്നെയാ അത് സമ്മതിച്ചു കൊടുക്കുന്നത്. വേറൊന്നിനും കൊണ്ടല്ല. ഇവന്മാരുടെ പ്ലേസില് 10,000 ബാലിസ്റ്റിക് മിസൈലുകൾ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ പുറത്തെടുപ്പിക്കണം. ഇത് പുറത്തെടുത്താൽ മാത്രമേ ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ പൊട്ടിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ, അതിനെ നശിപ്പിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മനഃപൂർവ്വം ഇസ്രായേൽ അത് പുറത്തടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പദ്ധതികളെല്ലാം. ഇതൊക്കെ ഇസ്രായേലിന്റെ പ്ലാനും ഇസ്രായേലിന്റെ പദ്ധതിയുമാണ്. ഈ ഇസ്രായേലിന്റെ പ്ലാന്റെയും പദ്ധതിയുടെയും ഒരു ഭാഗമാണ് ഇസ്രായേലിനകത്ത് പോലും വീഴുന്ന ഈ 1-2 മിസൈലുകളുടെ ഭാഗങ്ങളെന്ന് പറയുന്നത് പോലും അത് ഇസ്രായേലിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതുപോലും അറിയാത്ത പൊട്ടന്മാരായിട്ടുള്ള മാധ്യമ ചാനലുകളും ഇതുപോലും അറിയാത്ത വിവരം കെട്ടവന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് ഇസ്രായേലിന്റെ പ്രഹരമാണ്, ഇസ്രായേലിൽ ഇങ്ങോട്ട് അങ്ങ് അയച്ച് തള്ളുകയാണ്, ഇസ്രായേലിനിട്ട് അങ്ങ് പൊട്ടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി അങ്ങ് മറിക്കുകയാണ്. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കണമെന്നുള്ളത് ഇസ്രായേൽ മുന്നമേ 10 മാസം കൊണ്ട് ഇസ്രായേൽ നടത്തിവെച്ച പ്ലാനിന്റെ ഭാഗമാണ്. പ്രിയ സഹോദരങ്ങൾ, ഇവന്മാരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലോട്ട് വരണമെന്നുള്ളത് തന്നെ അത് ഇസ്രായേലിന്റെ തീരുമാനമായിരുന്നു, ഇസ്രായേലിന്റെ പദ്ധതിയായിരുന്നു. അവന്റെ കോട്ടയിൽ കയറി അവനെ കൊണ്ട് തന്നെ ഇസ്രായേൽ ചിന്തിച്ച കാര്യം ഇസ്രായേൽ നടപ്പാക്കി എടുക്കുകയായിരുന്നു. അവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകൾ പുറത്തടിപ്പിച്ച് ഇപ്പൊ തരാവേ, നീ വിഷമിക്കണ്ടായേ. റഫീക്ക് ചെറിയൊരു ഇളക്കപ്പൽപ്പം. അവന്റെ ഉമ്മയുടെ പേര് പൂറി മോളാന്ന് ഒന്ന് പറയുമോന്ന്? അതിനെന്താ, നിന്റെ ഉമ്മയുടെ പേര് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാമല്ലോ, എല്ലാവരും കേൾക്കട്ടെ. റഫീക്ക് അതറിഞ്ഞില്ലായിരുന്നല്ലോ മകനെ, ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞിട്ട്. നേരത്തെ കുട്ടിയൊക്കെ അത് പറയണ്ടേ, ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞിട്ട്. റഫീ നീ കുറച്ച് നേരം കൊണ്ട് ഇവിടെ കിടന്ന് വിളയുകയാണല്ലോ. അവന്റെ ഉമ്മയുടെ പേര് പൂറി മോളാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ നിന്റെ ഉമ്മയ്ക്ക് നീ പേര് കൊടുത്താൽ. ഒരു മിനിറ്റ്. സൗരങ്ങളെ റഫീ ഇങ്ങോട്ടൊന്ന് തന്നെ. വിജയകുമാർ മഞ്ചേടി, നെതന്യാഹു ഗ്രീസിൽ നീന്തിപ്പോയി എന്ന് ഭദ്രകുമാർ ഏഷ്യാനെറ്റില്. അതാ പിന്നെ
പിന്നെ നെതന്യാഹു നീന്തുകയല്ലായിരുന്നു. നെതന്യാഹു എന്തുവാ പിന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ ഇങ്ങനെ തുരങ്കമെടുത്താണ് ഗ്രീസ് വരെ പോയി എത്തിയത്. പിന്നെ നെതന്യാഹുവിനോട് ജീവിക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് സുരക്ഷിതമായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുമ്പോൾ നെതന്യാഹുവിന് ജീവിക്കാൻ പറ്റത്തില്ല പോലെ. സഹോദരങ്ങളെ ഒന്ന് റഫീയുടെ ഒന്ന് പ്രൊഫൈൽ നിൽക്കട്ടെ. ഒരു മിനിറ്റ്. ജോയ് ജെറാൾഡ്, എന്റെ പൊന്നു മോനെ, ഇവിടെ ആനക്കാര്യം പറയുമ്പം കോണകം പാറിയ കഥ പറയല്ലേ മകനെ. സമയമില്ല മക്കളെ, മനസ്സിലായോ? ആന പാറിയ കഥ പറയുമ്പോഴത്തേക്കും കോണകം പാറിയ കഥയുമായിട്ട് വരല്ലേ. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. സുരേഷ് കുകയൂർ, എന്റെ പൊന്നു സഹോദര, ഞാൻ എന്ത് 24 മണിക്കൂറും കിടിച്ചോണ്ടിരിക്കണ്ടോ? ഞാൻ കരയാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് 24 മണിക്കൂറും കിടിച്ചോണ്ടിരിക്കുന്നവരാണോ? നിങ്ങൾ ആരും കരയുന്നവരല്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഞാൻ മനുഷ്യ സ്ത്രീയല്ലേ? 24 മണിക്കൂറും ഞാൻ കിടിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കിലേരി അച്ചു, ഫേക്ക് ഐഡിയൊക്കെ നമുക്ക് പിന്നീട് ഉണ്ടാക്കിയിട്ട് പിന്നെ വന്ന് സംസാരിക്കാം കേട്ടോ, മനസ്സിലായോ? പക്ഷെ എന്റെ പേജിൽ ഫേക്ക് ഐഡിക്ക് സ്ഥാനമില്ല. ഞാൻ വലിച്ച് തൂഴെ എറിയും. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. ഫേക്ക് ഐഡിയുമായിട്ട് എന്റെ പേജിൽ വന്ന് കരയരുത്. ഞാൻ അതും കൂടി പറഞ്ഞേക്കുക. നിങ്ങൾക്ക് സ്വന്തം പ്രൊഫൈൽ ഇട്ടുകൊണ്ട് എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അത് ഇറാന്റെ ഉണ്ടി കീറിപ്പോകുന്നതിന്റെ രോദനമായി ഇവിടെ വന്ന് കിടന്ന് കരയുന്നത്. ഇറാന്റെ ഉണ്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ പ്രിയ സഹോദരങ്ങളെ. അതിന്റെ വിഷമം എന്റെ പേജിൽ വന്ന് തീർക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ യുദ്ധത്തിൽ നിൽക്കുമ്പം ഇവിടെ ഞാനും ഈ ഫോൺ ഒടുക്കം വെച്ച ഫോൺ സ്വിച്ച് ഓഫ് ആയി പോവുക. ദീപക് സേനൻ 9, നിന്റെ അമ്മയോ? അതെന്താടാ നിന്റെ അമ്മ 9 പോയേ? ശിഖണ്ഡിക്ക് നീ എങ്ങനെയാ ഇപ്പൊ ജനിച്ചത്? കൊതത്തി തൂറിയിട്ടുണ്ടായ സാധനമാണോ ദീപക് സേനനെ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ദീപക് സേനന്റെ അമ്മ ശിഖണ്ഡി ആയതുകൊണ്ട് പ്രസവിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊതം വഴിക്ക് തൂറിയിട്ടപ്പോ ആ തീട്ടത്തിന്ന് തരിപറക്കിയെടുത്ത സാധനമാ ദീപക് സേനൻ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പറഞ്ഞത് നന്നായി. നാട്ടുകാർക്ക് ഇനിയെങ്കിലും നിന്നെ തീട്ടമെന്ന് വിളിക്കാവല്ലോ. ദീപക് സേനൻ എന്നല്ല, ദീപക് തീട്ടമെന്നായി ഇവന്റെ പേര്. കാരണം അവന്റെ അമ്മ തൂറിയിട്ടുണ്ടായ സാധനമാ, മനസ്സിലായോ? കാരണം അവന്റെ അമ്മ ഒരു ശിഖണ്ഡിയാണ്, 9. ആ 9 തൂറിയിട്ടപ്പം വന്ന ഒരു സാധനമാ. അപ്പം ചെല്ലു മോനെ, അത് പറയാൻ വേണ്ടി വന്നതാണോ? കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്ന അതിനാണോ? വേറൊന്നും ഇല്ലായിരുന്നു ഉദ്ദേശം. ഇവിടെ എല്ലാം ഓക്കെയാണ്. ഇവിടെ ഓക്കെ ആയതുകൊണ്ടല്ലേ ഞാൻ ഈ പാർക്കിലിരിക്കുന്നേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു പ്രശ്നവുമില്ല സഹോദരങ്ങളെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ ഇസ്രായേലിന്റെ പദ്ധതിയും പ്ലാനും ആ നടപ്പാക്കപ്പെടുന്നത്, മനസ്സിലായോ? ഇവിടെ ഇസ്രായേല് ഒരു പദ്ധതിയും പ്ലാനും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാനും പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. അബൂബക്കറെ കൂട്ടിലങ്കടി, അബൂബക്കറിന്റെ കൂട്ടിലങ്കടിയുടെ തന്തയാര്? രാഹുൽ ഗാന്ധിയോ? നീ അവന്റെ ഫോട്ടോയും ഇട്ട് വന്നത്? നീ എന്താ അവന്റെ ഫോട്ടോയും ഇട്ട് വന്നത്? അതുകൊണ്ട് ഫേക്ക് ഐ ഡി ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല ഞാന്. ഫേക്ക് ഐ ഡിയിൽ നിന്നുകൊണ്ട് എന്റെ പേജിനകത്ത് അനിൽ മത്തായി, എടാ കഴിവേറി മോനെ, അനിൽ മത്തായി,
നിന്റെ ഭാര്യയെ കൊണ്ട് തുലുക്കന്മാർക്ക് നിന്റെ മോളെ കൊണ്ടുപോയി അവരുടെ കൊതം കൊടുത്ത് നീ കീറി പൊളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കടി തീർക്കേണ്ടത് എന്റെ പേജിലല്ലേടാ കഴിവേറി മോനെ അനിൽ മത്തായിയെ. മനസ്സിലായടാ ചേച്ചേ? നിന്റെ കൂടുതൽ കഴപ്പെടുത്തോണ്ട് എന്റെ പേജിനകത്തോട്ട് നീ സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ നിന്റെ അണ്ടി വെട്ടിയെടുത്ത് നിന്റെ മോളുടെ ഒണ്ണാക്കിനകത്തോട്ട് തിരികെ കൊടുക്കും അനിൽ മത്തായിയെ. എടാ ചേച്ചേക്കുണ്ടായവനെ, എടാ എന്റെ പേജിൽ കയറി എന്നെ സംസാരിക്കുക, എന്നോട് സംസാരിക്കാൻ നിനക്കാരുടെ അധികാരം തന്നത് എന്റെ മുഖത്ത് നോക്കി എന്നെ പറയാനായിട്ട്? അനിൽ മത്തായി എന്ന് പറയുന്ന കഴിവേറി മോനെ, എന്റെ പേജിൽ കയറി എന്റെ മുഖത്ത് നോക്കി എന്നെ തെമ്മാടിത്തരം പറയാൻ നിനക്കാരാടെ അധികാരം തന്നത്? കഴിവേറി മോനെ, നിന്റെ അമ്മയുടെ എന്തുവാ വായിക്കകത്തോട്ടെ നിന്റെ അണ്ടി വെട്ടിയെടുത്ത് കൊടുക്കും, നിന്റെ അമ്മയുടെ വായിക്കകത്തോട്ട് കയറ്റിയിട്ട് കഴിവേറി മോനെ ഉണ്ടാക്കിയിട്ട് എന്തിനാടി കഴിവേറി മോളെ എന്ന് പറഞ്ഞിട്ട്. ആഹാ, നിനക്ക് എന്നോട് സംസാരിക്കാൻ നീ ആളായോ? എന്റെ പേജിൽ കയറി വന്നിട്ട് നിന്നോടൊക്കെ കണ്ട് ഞാൻ പേടിച്ചിരിക്കണോടാ കഴിവേറി മോനെ? നീയൊക്കെ വന്ന് എന്നെ സംസാരിക്കാനും എന്നോട് പറയാനും നീയൊക്കെ വളർന്നോ? എന്നെ കയറി സംസാരിക്കാൻ എന്താ നിനക്ക് വേണ്ടി എന്നെ പ്രസവിച്ചിട്ടിരിക്കുവാണോ? നിന്റെ പൂര തെറിയും വൃത്തികേടും കേൾക്കാനായിട്ട് ഒണ്ടി വെട്ടിയെടുത്ത് കളയുമ്പടെ കഴിവേറി അനിൽ മത്തായി കഴിവേറി മോനെ നീ സംസാരിക്കാൻ നീ വായി തുറന്ന ചേറ്റേ നീ ഇറങ്ങിയിരിക്കുവാ ഇവിടെ പേജിനകത്ത് കയറി വന്നിട്ട് എന്നെ തോന്നിവാസം പറയാനായിട്ട് അപ്പന്മാർക്ക് എന്നെ ഇതെഴുതി കൊടുത്ത കണക്ക്. ചേറ്റ സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണം. ഡിസൈലും കൂടി എടുത്തോണ്ട് വന്നിട്ട് എന്തുവാ ഈ രണ്ടെണ്ണത്തിൽ മനസ്സിലായി? കുറെ നേരം കൊണ്ട് നീ നിനക്ക് പൊട്ടിക്കണമെന്നാണല്ലോ ആഗ്രഹം. യസ്കിൻ രാജ് പോടി പൂ ആ കൂടെ ഇരിക്കുന്നവളുടെ കൊതവില്ലേ അതെടുത്തു കൊണ്ടുപോയിട്ട് വല്ല തുലുക്കനും കൊണ്ടുപോയി കച്ചവടം ചെയ്യും യസ്കിൻ രാജു. പറഞ്ഞ മനസ്സിലായി? നീ തമിഴിലെഴുതിയാ എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്നാ? നീ ആ കൂടെ ഇരിക്കുന്നവളുടെ കൊതത്തിന്റെ കഥയാണോ പറഞ്ഞത്? യസ്കിൻ രാജു ആണോടാ? യസ്കിൻ രാജുവേ അനിൽ മത്തായി അവന്റെ അമ്മയുടെ വായിക്കാത്ത അവന്റെ കൊതം ഇരിക്കുന്നതെന്ന്. അതിനിപ്പോ ഞാൻ നിന്റെ അണ്ടി പൊക്കി നിന്റെ അമ്മയുടെ വായിൽ വെച്ചിരിക്കുന്നതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ വൃത്തികെട്ടവനെ? അനിൽ മത്തായിയെ, അനിൽ മത്തായിയുടെ ഒന്ന് ഇങ്ങോട്ട് തന്നെ, ആ പ്രൊഫൈൽ ഇങ്ങോട്ടൊന്ന് ഇട്ടേ. അതെന്താണെന്നറിയണമല്ലോ ഇവൻ എന്തിന്റെ സോക്കേടാന്ന് പറഞ്ഞിട്ട്. അനിൽ മത്തായിയുടെ കിട്ടി. കിട്ടി കിട്ടി ദാ പിടിച്ചോ. ഇവളുടെ കൊതം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ അനിൽ മത്തായി. ഈ കഴിവേറി മോളുടെ കൊതത്തിന് ഇവളുടെ വായിക്കകത്താണോ നിന്റെ അണ്ടി എടുത്ത് വെട്ടി വെച്ചിരിക്കുന്നത്? കഴിവേറി മോനെ, എന്റെ പേജിനകത്ത് വന്ന് സംസാരിക്കാനായിട്ട്. എടാ ചേറ്റയ്ക്കുണ്ടായവനെ, എടാ ഇവളുടെ കൊതം കച്ചവടം പൊളിഞ്ഞു പോയതിന് നീ എന്നോട് വന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? സൂക്ഷിച്ചും കണ്ട് എന്നോട് സംസാരിക്കുമ്പം അതും കൂടി ഞാൻ പറഞ്ഞേക്കുവാ. എന്റെ പേജിൽ വന്നിട്ട് രാജൻ രാജു പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാനെ പേടിച്ച് ഗ്രീസിൽ പോയി അങ്ങ് ഒളിക്കുവല്ലേ? ഭയങ്കരം. വേറൊരു രാജ്യവും കിട്ടിയില്ല, ഗ്രീസേ കിട്ടിയോളൂ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒളിക്കാനായിട്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള സേഫ് പോലെ ലോകത്ത് ഏത് രാജ്യത്താ സേഫ് ഉള്ളത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അൻഷാദ് അൻസു, ഡോണ്ട് വെറിയടാ കുട്ടാ, ഞാൻ ഇപ്പൊ തരാവേ. അൻഷാദ് അൻസുവേ, അൻഷാദു അൻസു, നീ ഇപ്പൊ തരാം, വിഷമിക്കണ്ട. നിനക്കുള്ളത് ഞാൻ ഇപ്പൊ തന്നോളാം. നിങ്ങൾക്കൊക്കെ എരന്ന് മേടിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ തന്നോളാം. നിങ്ങൾ എരന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോയാൽ മതി എൻ്റെ കയ്യിൽ നിന്ന്.
അൻഷാദ് അൻസു ചത്തില്ലേന്ന് ഓരോരുത്തർ ചോദിക്കുക. ജീവനോടെ ഇരുന്നിവിടെ സംസാരിക്കുന്ന എന്നെ കാണുമ്പോഴാ ചത്തില്ലേന്ന് ചോദിക്കുന്നത്. ഏ ഏ അൻഷാദ് അൻസുവേ, നിന്റെ ഉമ്മയുടെ കൊതം കിടന്നല്ലേ ഇപ്പൊ റോട്ടി കിടന്ന് ഇനിയിപ്പോ ഉരുളും. നിന്റെ ഉമ്മയുടെ കൊതം പൊളിയണ്ടെന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ, മനസ്സിലായോ? അനിൽ മത്തായി, ഇവിടുത്തെ നല്ല കാര്യങ്ങൾ പറയണമെന്നോ? നല്ല കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ ചീത്ത കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, നിങ്ങൾക്കൊക്കെ വിചാരിച്ചിരിക്കുന്നത്, എടാ നിങ്ങളൊക്കെ യുദ്ധക്കളത്തിലല്ലേ വന്നിരിക്കുന്നത്? എന്റെ ഫേസ്ബുക്ക് പേജ് ഇപ്പൊ യുദ്ധമാ. നിങ്ങൾ ഈ യുദ്ധക്കളം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് കയറി വന്നിരുന്നിട്ട് നിങ്ങൾ പറയുമ്പോ നല്ല കാര്യം പറയണമെന്ന്. പിന്നെ യുദ്ധസമയത്താ നല്ല കാര്യം പറയുന്നത്. അൻഷാദ് അൻഷുവിന്റെ ഉമ്മ മലപ്പുറം വേശിയാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോടാ? അൻഷാദ് അൻഷുവേ, നിന്റെ ഉമ്മ മലപ്പുറം വേശിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉമ്മ മലപ്പുറം വേശിയാണെന്ന് അതെങ്ങനെയാ? ഓടി നടന്ന് ഉമ്മ കൊതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം വേശിയാകുന്നില്ല. ഇതെന്തിനാ കൊതം എന്ന് പറയുന്നതെന്നറിയാവോ? ഇവന്മാർക്ക് യഥാർത്ഥത്തിൽ കൊതമാ വേണ്ടത്. തള്ളാഹുവിന്റെ മോൻ പോയിട്ട് കൊതമതിന്റെ അടുത്ത് പോയിട്ട് ഇവന്മാര് എന്തുവാ കൊതമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ കാര്യമാ. കൊതമതേ യഹൂദന്മാര് പറയുന്നു കൊതഭോഗം നടത്തരുത്, കൊതഭോഗം നടത്തിയാൽ കോങ്കണ്ണുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആണോ കൊതമതേ എന്ന് പറഞ്ഞു കൊതമതിനോട് ചോദിച്ചപ്പം കൊതമത് പറഞ്ഞു, ഏയ് യഹൂദന്മാര് കള്ളം പറയുകയാണ്, നിങ്ങൾ കൊതഭോഗം നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കൊതഭോഗം നടത്താനായിട്ട് ആഹ്വാനം കൊടുത്ത പട്ടിയെ കൊതം കൊണ്ട് ഭോഗിച്ചവനാണ് തള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന കുത്തുനബിയായ കൊതമത്. ഞാൻ കൊതമത് എന്ന് പേര് പറഞ്ഞത് ചുമ്മാതെയല്ല അൻഷാദ് അൻഷുവേ. നിന്റെ കൊതമതിന്റെ ചരിത്രം കേൾക്കണോടാ അൻഷാദ് അൻഷുവേ. എന്തായാലും നീ ഇരന്നു വാങ്ങിക്കുന്നതല്ലേ, നിന്റെ കൊതമതിന്റെ ചരിത്രം കൂടി അറിഞ്ഞിട്ടങ്ങ് നീ അങ്ങ് പോയാ മതി, മനസ്സിലായോ? അനിൽ മത്തായി, എടാ അനിൽ മത്തായി എന്ന് കൂട്ടിക്കൊടുപ്പുകാരാ, നിന്റെ ഭാര്യയെ കൊണ്ടുപോയി തുലുക്കന്മാരുടെ കൊതം നക്കാൻ കൊടുത്തതിന്റെ പേരിൽ ഇവിടെ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ നീ നിന്റെ കാര്യം നോക്കി ജീവിരടാ. നിന്റെ ഭാര്യയുടെ കൊതം കൊണ്ടുപോയിട്ട് തുലുക്കന്മാർക്ക് കൊണ്ടുപോയി തൂക്കി കച്ചവടം ചെയ്യുന്നതിന് ഞാൻ എന്നെ വന്ന് എന്റെ അടുത്തൊന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ കഴിവേറി മോനെ, നിന്റെ ചിന്ന ചുണ്ണി ആയതുകൊണ്ടാണ് നിന്റെ ഭാര്യയെ കറങ്ങി നടന്ന് കൊതഭോഗം നടത്തുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ആദ്യം നീ കൊണ്ടുപോയിട്ട് അനിൽ മത്തായി എന്ന് പറഞ്ഞ കൊതത്തിലുണ്ടായവനെ ആദ്യം പോയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് നിന്റെ ചിന്ന ചുണ്ണിയെ മാറ്റി പെണ്ണിന്റെ സാധനം ഉണ്ടാക്കി വെക്കേ, മനസ്സിലായോ? അങ്ങനെ വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, കേട്ടടാ ശിഖണ്ഡി. അനിൽ മത്തായി എന്ന് പറയുന്ന ശിഖണ്ഡിക്കുണ്ടായവനെ പറഞ്ഞ മനസ്സിലായടാ? നിന്റെ ചിന്ന ചുണ്ണി ആയതുകൊണ്ടാ നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നത്? ഓടി നടന്ന് തുലുക്കന്മാർക്ക് കുണ്ടി കൊടുക്കുന്നത്. അവള് കുണ്ടി കൊടുക്കുന്നതിന്റെ കഥ നീ എന്നോട് വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ വിവരം കേട്ടവനെ, നിന്റെ ഭാര്യ ഓടി നടന്ന് എന്തുവാ പറവടിയായിട്ട് ജീവിക്കുന്നതിന് നീ ഇവിടെ വന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അനിൽ മത്തായേ, ഓട്. ചേറ്റേ ഇവിടെ വന്നിരുന്ന് അങ്ങ് കരയുക. എന്റെ പേജിൽ വന്നിരുന്ന് കരയുക. എന്നെ യുദ്ധസമയത്ത് നിങ്ങൾ ഇളക്കിയ അടി എവിടുന്നില്ലാണ്ട് രീതിയിൽ ഞാൻ തരും. എടാ അനിൽ മത്തായി എന്ന് പറയുന്ന കൊതം കൊടുപ്പുകാരാ, നിന്റെ കുണ്ടി മാത്രം പ്രയോഗിക്കപ്പെടുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ ചിന്ന ചുണ്ണി ആയതുകൊണ്ടാ നിന്റെ കുണ്ടി പ്രയോഗിക്കുന്നത്. നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കുണ്ടി പറ്റുവോടാ? എടാ വിവരം കെട്ടവനെ, അനിൽ മത്തായി എന്ന് പറയുന്ന കൂത്രേ,
നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കുണ്ടി പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവൾ എന്ത് ചെയ്യും? അവൾ ഓടി നടന്ന് എന്ത് ചെയ്യും? സകല തുലുക്കന്മാരുടെയും എന്ത് ചെയ്യും? മുറിയണ്ടി തിരക്കി നടക്കും. അവൾ നിന്റെ ഭാര്യ സകല തുലുക്കന്മാരുടെയും മുറിയണ്ടി തിരക്കി നടക്കുന്നത് നിന്റെ കഴിവുകേട് കൊണ്ട്. ആദ്യം പോയി നീ ഒന്ന് ഓപ്പറേഷൻ ചെയ്യടാ ബംഗളൂരിൽ പോയിട്ട്. അനിൽ മത്തായി എന്ന് പറയുന്ന കൂതറെ ശിഖണ്ഡിക്കുണ്ടായവനെ ഭാര്യ ഓടി നടന്ന് പറവടിയാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഭാര്യ പറവടി എന്റെ അടുത്ത് വന്നിട്ടാണോ കരയേണ്ടത്? എന്റെ ഭാര്യ പറവടിയാണേ എന്ന് പറഞ്ഞിട്ട്. അൻഷാദ് അൻഷുവിന് ഇന്നലെ കുറെ കിട്ടിയതാ. ഇന്ന് പുതിയ ആളുകൾ വന്ന് അടിമേടിക്ക്. അൻഷു തൽക്കാലം പോയിട്ട് വാ. മനസ്സിലായോ? അവന്റെ ഭാര്യയുടെ കൊതം പൊളിഞ്ഞു കിടക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ്. ഇവനാണ് എന്തുവാ ചിന്ന ചുണ്ണി. ഇവന്റെ സാധനം ചിന്ന ചുണ്ണി ആയതുകൊണ്ട് ഇവന്റെ ഗോതം കൊണ്ട് ഭാര്യയ്ക്കൊരു പ്രയോജനമില്ലല്ലോ. ഇവന്റെ ഗോതം വെച്ചിട്ട് ഇവന് ഭാര്യ എന്ത് ചെയ്യാനായിട്ടാ? അതുകൊണ്ട് എന്താ ഭാര്യ ഓടി നടന്ന് ഭാര്യ ഓടി നടന്ന് എന്ത് ചെയ്യാ? സകല തുലുക്കന്മാരുടെയും മുറിയണ്ടി തിരക്കി നടക്കുക. അതിലെ ചോർച്ചല്ല ഇവൻ ഇവിടെ വന്ന് തീർക്കുന്നത്. എടാ അനിൽ മത്തായേ, നീ നിന്റെ ആദ്യം പോയി ആണും പെണ്ണും കെട്ട ശിഖണ്ഡനായി ഇരിക്കുന്ന നിന്റെ ചിന്ന ചുണ്ണി പോയി നീ ശരിയാക്ക്. മനസ്സിലായോ? എന്നിട്ട് വന്നിട്ട് നീ ഇവിടെ വന്നിരുന്ന് ചെല്ല്, ഓടിച്ചെല്ല്. ഭാര്യയെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കമന്റ് ബോക്സ് തിരക്കി വന്നിരിക്കുന്ന നായിന്റെ മോന് ഇവിടെ ആരെങ്കിലും കിട്ടുമോന്നായിരിക്കും. ഇവിടെ കുറെ തുലുക്കന്മാരിപ്പോ ഓടി നടക്കുന്നുണ്ടല്ലോ. അവന്മാർക്ക് ചുളിവിലെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുക ഭാര്യനെ ഫേമസ് ആക്കിക്കൊണ്ട്. ഈ സാധനത്തെ ആരെടുക്കുവോ ആവോ ഇങ്ങനെ ഈ ഇരിക്കുന്ന വേസ്റ്റിനെ? ആ സാധനത്തെ ആരെടുത്തോണ്ട് പോകുവോ? ലില്ലി പോള് ചീത്തവിളി നിർത്ത്. റീനയുള്ള ഡിമാൻഡ് പോകും. പിന്നെ റീനയ്ക്ക് ഡിമാൻഡോ? എടി പോടി വിവരം കെട്ടവളെ. എന്റെ വായിന്ന് വല്ലതും മേടിക്കാതെ ലില്ലി പോളെ. ഓട് കഴുതേ, പോയി വേറെ പേജ് ഇട്ടിട്ട് വാ. എനിക്ക് നിങ്ങൾ ആരും കൂടുതൽ ഡിമാൻഡ് ഒന്നും വെക്കണ്ട. മനസ്സിലായോ? നിങ്ങൾ എന്ത് ഡിമാൻഡ് തരാനും? നീയൊക്കെ എനിക്ക് തരുന്ന ഡിമാൻഡാണോ എന്റെ ഡിമാൻഡ്? എടാ കഴിവേറി മക്കളെ, ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്തുവാ? നിങ്ങളാണോ എനിക്ക് സർട്ടിഫിക്കറ്റ് തരണ്ടേ? ഞാൻ നല്ലവളെന്നും ചീത്തയെന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. ഇറങ്ങിയിരിക്കോ കുറെ എണ്ണങ്ങൾ ഫേസ്ബുക്കിനകത്തും ലോകത്ത് ഇറങ്ങും. നാട്ടുകാർ മുഴുവനും പറയണം അയ്യോ ഇവള് നല്ലവളാ, ഇവള് വിശുദ്ധയാ, ഇവള് ഭക്തയാ, ഇവള് നല്ലവളാ. നിങ്ങളെ വെറും കൂതറകളാ, വെറും തറകളാ. നിങ്ങളുടെ വീട്ടിൽ പോയി നോക്കണം നിങ്ങൾ ആരാന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഫേസ്ബുക്കിൽ 4 പേരെ കാണിക്കാൻ വേണ്ടി കരുന്ന വേഷം കെട്ടലൊന്നും എനിക്കിവിടെ ആവശ്യമില്ല. നിങ്ങളെ വെറും തറകളും കൂതറകളുമാ. ഈ തറകളും കൂതറകളുമായ കൂതറകളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് നല്ലവരായ ആൾക്കാർ, എന്നെ മനസ്സിലാക്കുന്നവർ എനിക്ക് മതി. മനസ്സിലായോ? മനസ്സിലായോ? എന്നെ തറകളും കൂതറകളുമായിട്ട് ഉള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്നെ മനസ്സിലാക്കുന്നവരും എന്നെ അറിയുന്നവരുമായ ആളുകൾ, നല്ലവരായ ആളുകളുണ്ട് ഒത്തിരി പേര്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? റഫി വരുന്നുണ്ടെന്ന്. എന്തിന്? കൊതം നിന്റെ ഇവിടുത്തെ മിസൈൽ ഇറക്കി കൊടുത്തോണ്ട് പോയിട്ട് നിന്റെ ഉമ്മയുടെ കൊതത്തിലിട്ട് കൊടുക്കാനോ പൊട്ടിക്കാനോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, റഫി വരുന്നുണ്ടെന്ന്. ഇവിടുത്തെ മിസൈലുകളുടെ ബാക്കി കിടപ്പുണ്ട്. അതൊക്കെ എടുത്തോണ്ട് പോയിട്ട് അവൻ ഉമ്മാന്റെ കൊതത്തിലിട്ട് പൊട്ടിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന്. എനിക്കെന്താ? അവന്റെ ഭാര്യയുടെ കൊതം കച്ചവടത്തിന് ഇരിപ്പുണ്ട്. അനിൽ മത്തായി പറയുവാണേ, പ്രിയ സഹോദരങ്ങളെ, എന്റെ ഭാര്യയുടെ കൊതം കച്ചവടത്തിന് ഇരിപ്പുണ്ട്, ആവശ്യമുള്ളവർ വരിക. 10 പൈസയ്ക്ക് പോലും വിലയില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കച്ചവടത്തിന് നിരത്തി വെച്ചിരിക്കുകയാണ്. അനിൽ മത്തായി, നിന്റെ ഭാര്യയുടെ കൊതം വന്ന് വാങ്ങിക്കുന്നവർ വാങ്ങിച്ചിട്ട് പോട്ടെ. പരസ്യത്തിന് പരസ്യം കൊടുക്കാനായിട്ട് എന്റെ പേജ് എടുത്തോണ്ട് വന്നിരിക്കുക.
ഏയ് ഗാന്ധിജിയുടെ പേരില് വരരുത്. സ്വന്തം പ്രൊഫൈൽ ഇട്ട് വരിക. നിങ്ങൾക്ക് എന്റെ പേജിൽ ഇനിയും കാണാനുള്ള അവസരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായോ? എന്റെ ഡിമാൻഡ് തിരക്കാൻ വന്നിരിക്കുന്ന ആൾക്കാര് എനിക്ക് ചിരി വരുവാ. ആരെനിക്ക് സർട്ടിഫിക്കറ്റ് തരണമെന്നാ രസം. നിങ്ങൾ ആരാ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാനായിട്ട്? റീന നല്ലവളാണോ ചീത്തയാണോ, റീന എന്ന് പറയുന്ന കുട്ടി നല്ലവളാണെന്നൊക്കെ പറയണമെന്ന് നിങ്ങൾ തരാനായിട്ട് നിങ്ങളെ കൂതറകളാ. നിങ്ങളൊക്കെ ആരാന്നറിയണമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോയി നോക്കണം നിങ്ങളൊക്കെ ആരാന്ന്. നാട്ടുകാരുടെ മുമ്പിൽ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലല്ലോ. ഞാൻ ആരാന്ന് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവും ഇവിടെ വില പോകില്ല. അയ്യോ, ജോൺ യോഹന്നായി ചെല്ലുമോനെ, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വരൂ. ഞാൻ കമന്റ് ഇടാൻ അവസരം നിങ്ങൾക്ക് തരാം. മനസ്സിലായോ? ഇവന്റെ മോന്റെ കൊതത്തിനകത്തോട്ടാ ഇപ്പം അവന്റെ അമ്മ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ മത്തായി പറയുക. നിങ്ങൾക്ക് അനിൽ മത്തായിനെ ഒന്ന് പരിചയപ്പെടുത്തരാം. അനിൽ മത്തായിയുടെ അമ്മയ്ക്ക് ഇപ്പം അവന്റെ മോന്റെ കൊത അപ്പനില്ലാത്തതുകൊണ്ട് ഇപ്പം തന്തയ്ക്ക് ചെറിയ ചുണ്ണിയായതുകൊണ്ട് മകന്റെ ചുണ്ണിക്കായി ഇപ്പം ഡിമാൻഡ് കൊടുത്തിരിക്കുന്നത്. അനിൽ മത്തായിന്റെ മോന്റെ കുണ്ടിക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ? ഇതാണ് അനിൽ മത്തായിയുടെ മക്കള്. ഈ രണ്ടെണ്ണവും കൂടിയാ അമ്മയുടെ കുണ്ടിക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്. അത് പറയാൻ അനിൽ മത്തായി വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കളുടെ കുണ്ടി അണ്ടികൾ എന്റെ മക്കളുടെ അണ്ടി ഭാര്യയ്ക്ക് തികയുന്നില്ല. അതുകൊണ്ട് മുറിയന്മാർ ഈ ലൈവിൽ പേജിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ അനിൽ മത്തായിയെ സമീപിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം. എന്റെ പ്രിയ സഹോദരങ്ങളെ, എത്രയും പെട്ടെന്ന് തന്നെ അനിൽ മത്തായിയെ ഒന്ന് എന്ത് ചെയ്യുക, സമീപിക്കുക. അയാളുടെ വിഷമം അങ്ങ് തീർത്തു കൊടുത്തേക്കുക. ഈ മക്കളെന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിന്റെയും ഈ രണ്ട് മക്കൾക്കും അമ്മയുടെ കടി തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ല പോലും. മനസ്സിലായോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ള തുലുക്കന്മാരെ ചോദിച്ചു വന്നിരിക്കുക അനിൽ മത്തായി. അനിൽ മത്തായെ, സമാധാനമായല്ലോ? അനിൽ മത്തായിയുടെ ഈ രണ്ട് മക്കളുമാണ് അമ്മയുടെ കുണ്ടിക്കടിച്ചോണ്ടിരിക്കുന്ന മക്കള്. അവന്റെ വീട്ടിലുള്ളവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. അനിൽ മത്തായി എന്ന് പറയുന്ന കൂതറ ഇതാണ്. മനസ്സിലായോ? അപ്പൊ ഇവന്റെ അണ്ടിക്ക് ബലമില്ലാത്തത് കൊണ്ട് അവന്റെ ഭാര്യയെ ഏതവന്റെയോ തുലുക്കന്റെ കൂടെ കിടന്നുണ്ടാക്കിയതാ ഈ സാധനങ്ങളെന്നാ പറയുന്നത്. അറിയത്തില്ല ഏത് തുലുക്കന്റെ കൂടെ കിടന്നുണ്ടാക്കിയതാണെങ്കിലും. മനസ്സിലായോ? ഏത് തുലുക്കന്റെ കൂടെ കിടന്നുണ്ടാക്കിയതാണെങ്കിലും ഇവന്റെ ഭാര്യയുടെ കണ്ടോ? ആഹാ, കുണ്ടി പൊളിക്കാൻ നിൽക്കുന്ന മോള് നിൽക്കുന്ന കണ്ടില്ലേ? നിപ്പ് കണ്ടില്ലേ? അതുകൊണ്ട് അനിൽ മത്തായിയെ ഇപ്പൊ കച്ചവടം പൊടി പിടിച്ചിട്ടുണ്ടാകും. ചെല്ലുമോനെ അനിൽ, അല്ല വാങ്ങിച്ചിട്ടേ പോകത്തോളം അടങ്ങിയിരിക്കാതെ എന്റെ പേജിലോട്ട് വലിഞ്ഞു കയറി അടിപടിക്കാൻ വരുന്നവന്മാരെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ സഹോദരങ്ങളെ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല റീരാ എന്ന് പറഞ്ഞുകൊണ്ട് വലിഞ്ഞു കയറി എന്റെ പേജിൽ വന്ന് അടിപടിക്കുന്നവന്മാരെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. അവന്റെ കുണ്ടിക്ക് മിസൈൽ കയറ്റി പറഞ്ഞു വിടണ്ടേ? അജയ് ജെ, ആദ്യം മക്കള് കമന്റ് ഒക്കെ ഇട്ടോ. സ്വന്തം പ്രൊഫൈല് വന്ന് അനിൽ മത്തായിയുടെ കുണ്ടിയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. അനിൽ മത്തായിയുടെ കുണ്ടിയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്.
എടാ വിവരം കെട്ടവന്മാരെ, അവിടെ ഇറാന്റെ കൊതം പൊളിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നീയൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് കരയാൻ വന്നു കഴിഞ്ഞാൽ നിന്റെയും കൊതങ്ങളെ ഞാൻ പൊളിക്കും. കമ്പിപ്പാര വെച്ച് പൊളിക്കണോ അതോ ഇറാന്റെ ബാക്കി വന്ന മിസൈൽ കൊണ്ട് പൊളിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് മോങ്ങിയാൽ, എന്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞാൽ ഞാൻ അത്രയേ ചെയ്യൂ. ഇതിൽ കവിഞ്ഞതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ മികച്ച കുണ്ടന്റെ അവാർഡ് അനിൽ മത്തായിക്ക്. ബാക്കിയുള്ളവന്മാരെല്ലാം വന്ന വഴിക്കേനെ ഓടി. പക്ഷെ ഇല്ല, ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ കുണ്ടൻ അവാർഡ്, എന്റെ ഇന്നത്തെ ലൈവിലെ സ്പെഷ്യൽ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ മാൻ ഓഫ് ദ മാച്ച്, മാൻ ഓഫ് ദ മാച്ച്, ഏറ്റവും വലിയ കുണ്ടൻ അവാർഡ് അനിൽ മത്തായി കുണ്ടന്റെ അവാർഡ്, ഏറ്റവും വലിയ കുണ്ടന്റെ അവാർഡ് അനിൽ മത്തായും ഫാമിലിയും അടിച്ചുകൊണ്ട് പോയി. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ഉണ്ടോ അനിൽ മത്തായെ ഓവർകം ചെയ്തുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ വന്ന് ഇതുവാ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇനി അനിൽ മത്തായിന്റെ ആ ഒരു മാൻ ഓഫ് ദ മാച്ചിനെ വെട്ടി എടുത്തോണ്ട് പോകാനായിട്ട്? റഫീ റെഡിയാണെന്ന് അനിൽ മത്തായിന്റെ ഭാര്യയുടെ കുണ്ടി പൊളിക്കാനായിട്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അനിൽ മത്തായിക്ക് ഭാര്യയുടെ കുണ്ടി പൊളിക്കാനുള്ള ആളിനെ തിരക്കി വന്ന അനിൽ മത്തായിക്ക് ഒരു കുണ്ടി പൊളിക്കാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഒരു തുലുക്കന് വേണ്ടി ഇവൻ ഇവിടെ കരച്ചിലായിരുന്നു. റഫീഖ് മത്തായി വന്നിട്ടുണ്ട്, റഫീ വന്നിട്ടുണ്ട്. റഫീഖ് വന്നിട്ടുണ്ട്. അനിൽ മത്തായിയുടെ ലേലം വിളിക്കുകയാണ്. ഒരു തരം റഫീഖ് വേണമെന്ന് അനിൽ മത്തായിയുടെ ഭാര്യയുടെ കുണ്ടി പൊളിക്കാനുള്ള അവസരം റഫീഖ് വേണമായിരുന്നു. ഒരു തരം ഇതാ ഷാൻ സാദിഖ് അലി. മക്കളെ, ഷാൻ സാദിഖ് അലീനെ ഇങ്ങോട്ടൊന്ന് തന്നേരെ മക്കളെ. ഇന്നു മുതൽ മത്തായി കൊതമടി തുടങ്ങുന്നു. അഷറഫ് PVT, നിനക്ക് അടിക്കാൻ ദൈവം സുന തന്നില്ലല്ലോ. 2 തുളയല്ലേ അടിക്കാൻ വാങ്ങാനേ പറ്റൂല്ലോ തുല കൊണ്ട്. എന്താടാ എഴുതി വെച്ചിരിക്കുന്നത്? ഉമ്മയ്ക്ക് 2 മുലയുടെ കൊലയുണ്ടെന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണോ? അത് വേണമല്ലോ. തൂങ്ങിക്കിടക്കുകയാണോ നിന്റെ ഉമ്മയുടെ കൊല, അതോ താണ് കിടക്കുകയാണോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്യുക അഷറഫ് PVR. എന്നിട്ട് പോയിട്ട് ഉമ്മയുടെ കൊല വല്ലം താണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് 2 സിലിക്കോൺ വെച്ച് നേരെയാക്കുക. എന്നാൽ മാത്രമേ ഹൂറിയായിട്ട് ഉമ്മയ്ക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഹൂറി കേട്ടോ. അഷറഫ് PVR ഓടിച്ചെല്ല്, നിന്റെ ഉമ്മയുടെ കൊല എടുത്തോണ്ട് പോയിട്ട് നേരാക്കി റെഡിയാക്കി വെച്ച്. സുധി TC, കൊതം നല്ല കൊതവൊന്ന്. ആരുടെ? ആ കൂടെ ഇരിക്കുന്നവരുടെ കൊതവാണോ? സുധി TCയുടെ ഭാര്യയുടെ കൊതത്തെ കുറിച്ചാണോ പറഞ്ഞത്, അതോ അമ്മയുടെ കൊതത്തെ കുറിച്ചാണോ പറഞ്ഞത്? കൊതം നിന്റെ ഭാര്യയുടെയും അമ്മയുടെയൊക്കെ കൊതം കണ്ടവർക്കല്ലേ അതിന്റെ ഇതറിയത്തുള്ളൂ. അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് TV ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. നീ ഒറ്റയ്ക്ക് കണ്ടിട്ട് കാര്യമുണ്ടോ? സുധി TCയെ അനിൽ മത്തായിയുടെ ഭാര്യയുടെ കുണ്ടി പൊളിക്കാനായിട്ട് റഫീഖ് റെഡി ആയിട്ടുണ്ട്. 1 തരം, 2 തരം, 3 തരം ഉറപ്പിച്ചു കേട്ടോ. വേറെ ആരും വന്നിട്ടില്ല. വേറെ ആരും വന്നിട്ടില്ല. അനിൽ മത്തായിന്റെ അഷറഫ് PVR. എടാ പോടാ. നിന്റെ ഉമ്മയുടെ കൊല എടുത്ത് വെച്ച് ആദ്യം കൊണ്ടുവന്ന് സെറ്റാക്കി തൂങ്ങിക്കിടക്കുന്നതിനെ നേരെയാക്കി അവളെ ഊറിയാക്കാനുള്ള പരിപാടി വരെ നോക്കടാ. പോടാ കൊതത്തിലുണ്ടായ മോനെ റഫീഖ് PVR.
അസ്ലാം വട്ടക്കാറ്. ഏതാ ഈ സ്റ്റുപ്പിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊതമ്മദ് നബി, നിന്റെ കുത്ത് നബി ഇല്ലേ, അവനാണ് സ്റ്റുപ്പിഡ്. അസ്ലാം വട്ടക്കാര. തള്ളാഹു, നമുക്കൊരു പാട്ട് പാടാം ഇവന് വേണ്ടി. അസ്ലാം വട്ടക്കാരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. ഇത്ര നേരം ഞാൻ പാടായിരുന്നല്ലേ. തള്ളാഹുവിന്റെ മോനെ കൊതമ്മദ് നബിയെ, കാലന്ത് നിലത്തെ ഉറയ്ക്കാത്തെ, അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എന്റെ ആശകൾ തീർത്തില്ലേ, എന്റെ കാമം മൂത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പ കേട്ടു തള്ളാഹുവിന്റെ കക്കൂസിന്ന് ഒടുക്കത്തെ പാട്ട്. ആറാണ്ടപ്പനെ ആറാണ്ടപ്പനെ. ഓ സൈനബ, മൂടുപോയി മൂടുപോയി മൂടുപോയി. മതിയോ? മതിയോ? അവന്റെ വകയ്ക്ക് തള്ളാഹുവിനിരിക്കട്ടെ ഒരു വരിവ്, ഒരു 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 ഇത്തിരി എന്താണെങ്കിലും. ഇനി ആർക്കെങ്കിലും വെടിവഴിപാട് അർപ്പിക്കണോ? തള്ളാഹുവിനോ കൊതമദിനോ? അർപ്പിക്കണമെന്ന് ആവശ്യമുള്ളവർക്ക് വെടിവഴിപാട് തള്ളാഹുവിന് വേണ്ടിയും കൊതമദിന് വേണ്ടിയും ഒന്നുകൂടി പറയാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. പിന്നെ ഹൂറി ഉണ്ടെന്നുള്ള പ്രത്യാശ അവിടെ അങ്ങ് കളഞ്ഞേക്കൂ. കാരണം ഹൂറി ഇല്ല എന്ന് ഓൾറെഡി തന്നെ പോയിട്ടുള്ള യാഹിയ സിൻവാറും ഇസ്മായിൽ ഹനയായും എന്താ പറയുന്ന നമ്മുടെ നസറുള്ളയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഹൂറി അവിടെ ഇല്ല എന്നുള്ളത്. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. യാഹിയ പോയി, ഹനയ പോയി, നസറുള്ള പോയി, ഹമാസ് പോയി, എന്നിട്ടും ഹൂറി അവിടെ ഇല്ല 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 ഇല്ല. ഓ ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. ഇരുമ്പ് ഷഡിട്ടു പൊട്ടിത്തെറിക്കാൻ പോയി, മുറിയണ്ടി കാത്തു സന്തോഷമായി. അവിടെ ചെന്നു നോക്കി ഹൂറിയൊന്നും കൊതമതുണ്ട വീടേ, തള്ളാഹുമുണ്ട വീടേ, ഹൂറി മാത്രമില്ല. എന്തിനു ഞാൻ പോട്ടി തമ്മിൽ തമ്മിൽ ചൊല്ലി, ഇതിനേക്കാളും ഇവിടെയുണ്ട് അതിനേക്കാളും ഹൂറി. ജീവിതം ഞാൻ തോലച്ചു ഹൂറികൾക്കു വേണ്ടി, എന്റെ ജീവിതം പോയി തോലഞ്ഞങ്ങ് പോയി. വരല്ലേ മക്കളെ പൊട്ടിത്തെറിച്ച് വീടേ, ഹൂറിയൊന്നുമില്ല പറ്റിച്ചെന്റെ അള്ള. മനസ്സിനുള്ളിൽ വിഷമമുണ്ട് ഹേ, മനസ്സിനുള്ളിൽ വിഷമമുണ്ട് ഹേ. കൊതമ തന്നെ പറ്റിച്ചതേ ഓർത്ത് 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 ഓർത്ത്. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. ടാടാടാടാടാടായി. ഹൂറിയെ കണ്ടില്ല, ചീറ്റിപ്പോയി. അപ്പം കണ്ടില്ലേ, ഹൂറിയില്ല എന്ന് നസറുള്ള പറഞ്ഞു, യാഹിയ പറഞ്ഞു, സിൻവ ഇസ്മായിൽ ഹനയ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു അവിടെ പോയിട്ട് ഹൂറിയില്ല ഹൂറിയില്ല. അവരുടെ വകയായിട്ടൊരു ഉപദേശവുമുണ്ട്. ഇവിടെ വന്ന് പൊട്ടി വരല്ലേ മക്കളെ പൊട്ടിത്തെറിച്ച് വീടേ, ഹൂറിയൊന്നുമില്ല പറ്റിച്ചെന്റെ അള്ള. പറ്റിച്ചതേ ഓർത്ത് ഓർത്ത് ഓർത്ത്. തള്ളാഹു മാത്രമല്ല കൊതമ്മ തന്നെ പറ്റിച്ചതേ ഓർത്ത്. അപ്പം ഹൂറി ഇവിടെ ഇല്ല എന്നുള്ളത്, അവിടെ ചെന്നാൽ ഹൂറി കിട്ടില്ല. അതുകൊണ്ട് ഹൂറിക്ക് വേണ്ടിയിട്ട് കരയുന്ന എന്റെ അൻപ് പ്രാണങ്ങളെ, നിങ്ങൾ ഹൂറിയെ ഓർത്ത് അവിടേക്ക് പോകാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. അവിടെ ഹൂറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക,
അതിന് ഇനി അതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ പാടുപെടരുത് കേട്ടോ. അപ്പൊ ശരി സഹോദരങ്ങളെ, ഇസ്രായേലിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേൽ ഇന്നും ഹാപ്പിയാണ്. ഇസ്രായേൽ എല്ലാവരും സന്തോഷത്തോടുകൂടി അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ബിൻഡോ ബഹനാൻ തെക്കാനത്ത് Brindo Behanan Tekanat. You can criticize religions, sister, but the language is not Christian. Christian never used this language. He taught love and forgiveness. Forgiveness. Ini adichalum ad foreign policy, but laughed not suiting Christian. Ha 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 ha. ബെന്നി ബിൻഡോ ബഹനൻ തെക്കനത്ത്. അതുകൊണ്ട് അവന്റെ ഭാര്യയുടെ കൊതം പൊളിക്കാൻ ഏതെങ്കിലും ഒരു സുഡാപ്പി ചെന്നാലും അവൻ ക്രിസ്ത്യാനിക്ക് അത് പറ്റില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ നമ്മളെല്ലാവരും പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ വർദ്ധിക്കണം. നിങ്ങൾ തമ്മിൽ നിന്റെ മകന്റെ ഭാര്യയുടെ കൊതം ചോദിക്കുന്നവന് നിന്റെ അമ്മയുടെ കൊതവും കൂടി കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. നിന്റെ ഭാര്യയുടെ കൊതം ചോദിക്കുന്നവന് നിന്റെ മകളുടെ കൊതവും കൂടി കൊടുക്കണം. ഇതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അതിനെ എതിരേൽക്കണം എന്ന് പറയുന്ന ഈ ബെന്നിയെ പോലുള്ള ഈ ബിൻഡോയോ എന്ന് പറയുന്ന ഈ വിവരം കെട്ടവന്മാർക്ക് മേഴ്സി സൈറിയാക്ക്, എടി കൊതത്തിലുണ്ടായ മേഴ്സി സൈറിയാക്ക്, വല്ല തുലുക്കനും കയറി നിന്റെ കൊതം പൊളിച്ചതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടി മേഴ്സി സൈറിയാക്കെ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അതോ പാസ്റ്റർമാരോ അച്ഛന്മാരാണോ നിന്റെ കൊതം പൊളിച്ചോണ്ടിരിക്കുന്നത്? പ്രായം കുറെ ആയില്ലേ? പോയി കിടന്ന് അവിടെ കിടന്ന് മൂലയിൽ കിടന്ന് കര തള്ളേ, ഓട്. PT ഷഫീഖ്, PT ഷഫീഖ്, അയ്യേ ഏതാ ഈ തീട്ടം? എങ്ങനെയാ ഈ കക്കൂസിലെത്തി? എന്തുവാടി വിളിച്ചു കൂവുന്നത്? തുഫ്, അയ്യേ അറിയത്തില്ല ഇത് ഏതാ തീട്ടം എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞു തരാവിടാ. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയ മുക്കിത്തൂറ് 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 കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കോയ എന്ന് പറയുന്ന കൊതമത് കോയ, നീയൊക്കെ വിളിക്കുന്നതിന്റെ കുത്തുനബി കോയ, അവൻ മുക്കിത്തൂറി തന്ന തീട്ടമാണടാ തൂറാൻ എന്ന് പറയുന്ന തീട്ടം. ഇപ്പൊ മനസ്സിലായി ഏതാ ഈ തീട്ടം എന്ന് പറഞ്ഞിട്ട്? അത് നിന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടാ തൂറാൻ എന്ന് പറയുന്ന തീട്ടം. മനസ്സിലായോ? കൊതമത് കോയ അവൻ ഏത് തീട്ടമാണെന്ന് അറിയണോ? ഇതൊരിക്കലും അറിയത്തില്ലായിരുന്നോ നിനക്ക്? ഇപ്പോഴാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ തന്നെ പറഞ്ഞു തരണം ഈ വൃത്തികെട്ടവന്മാർക്ക്. ഇവന്റെയൊക്കെ മദ്രസയിലെ ഉസ്താദുമാർ പിന്നെ എന്തിനാ ഇവന്മാരെ പഠിപ്പിക്കുന്നേ? ഉസ്താദുമാരെ എനിക്ക് വയ്യ. ഈ മദ്രസയിലെ ഉസ്താദുമാർ എന്തിനാ ഇരിക്കുന്നേ? ഇവന്മാരെ പഠിപ്പിക്കാനല്ലേ? ഇതൊക്കെ റീന വന്ന് വേണം പറഞ്ഞു തരാനോ? എന്നോടൊന്ന് ചോദിക്കുക ഏതാ തീട്ടമെന്ന്. അത് നിന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടടാ. കക്കൂസ് എവിടെയാണെന്ന് ചോദിച്ചാൽ 5 നേരം വിളിക്കത്തില്ലേ? തലാഹു കുക്കുംബർ ആറാണ്ടപ്പന് എന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലേ? അതിനെയാണ് കക്കൂസ് എന്ന് പറയുന്നത്. ഇനിയും മനസ്സിലായില്ല? എന്താണ് വിളിച്ച് അവിടെ കൂവുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിളിച്ച് കൂവുന്നത് എനിക്ക് എന്താണ് വിളിച്ചു കൂവുന്നതെന്ന്? അവിടെ വിളിച്ചു കൂവുന്നത് ഇതാണ്, തള്ളാകു കുക്കുംബർ ആറാണ്ടപ്പന്. അതായത് കൊതമതി ഏതോ ആറാണ്ടപ്പൻ ഉണ്ടായതാണെന്നാ പറയുന്നത്. അറബിക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാ.
ഹുസൈൻ കുട്ടി, എടാ വിവരം കെട്ടവനെ, ആദ്യം നീ ഇത് പറയാനായിട്ട് നീ ഒരു അക്കൗണ്ട് സ്വയമേ ഉണ്ടാക്കുക. നീയേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നീയേ വന്ന് എന്ത് ചെയ്യുക, ഫേക്ക് അക്കൗണ്ട് ചെയ്ത് കരയുക. ആദ്യം പോയി നീ സ്വന്തം അക്കൗണ്ടിൽ ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ട് വാ കേട്ടോ. ഖാദർ മുണ്ടോത്തെ കണ്ടോ, എന്തു പറയാനാ ഈ പിള്ളേരുടെ ഒരു കാര്യമേ. എന്തുണ്ടെങ്കിലും ടോമി ബേബി ടോമി എടാ വിവരം കെട്ടവനെ, ടോമി ബേബി ടോമി, നിന്റെ കൂടെ 3 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട് അവിടെ. എടാ കഴിവേറി മോനെ, നിന്റെ കൂടെ 3 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. ആ 3 പെണ്ണുങ്ങളുടെയും കൊതം എനിക്കൊന്ന് തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വന്ന് ചോദിച്ചാൽ നീ അവനോട് പറയുന്നത് എന്താണ് നല്ല വാക്കെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമന്റ് ഇടുക. ടോമി ബേബി ടോമിയെ, നിന്റെ കൂടെ ഇരിക്കുന്ന ആ 3 പെണ്ണുങ്ങളുടെയും കൊതം ഒന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്തൻ വന്ന് ചോദിച്ചാൽ അവന് നീ കൊടുക്കുന്ന നല്ല വാക്കിന്റെ കമന്റ് ഒന്ന് എനിക്കൊന്ന് തന്നേ നോക്കട്ടെ, അതെങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അത് അനുസരിച്ച് മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. ഹരിദാസ് KP പാപ്പൻ. I know, I understood. I know. Toda Rabba. ഹരിദാസ് KP പാപ്പനെ, അങ്ങനെ ഒരു ബോംബ് വന്നത് നിന്റെ അമ്മയുടെ ബോധത്തിനകത്തോട്ടായിരിക്കും അത് വീഴുന്നത്. വല്ല കാര്യം ഉണ്ടോടാ ഇങ്ങനെ ഇരന്നു വാങ്ങിക്കാനായിട്ട്? മനസ്സിലായോ? അങ്ങനെ വല്ല കാര്യമുണ്ടോ ഇരന്നു വാങ്ങിക്കാനായിട്ട്? ജോൺ ഫ്ലഡ് പടൂക്ക്, അതെന്താണ് ജോൺ ഫ്ലഡ് പടൂക്ക് നിനക്ക് അങ്ങനെ പേരിട്ടിരിക്കുന്നേ? പടുകളവാ, അതുകൊണ്ട് പടുകളവൻ എന്നുള്ളവൻ പോയിക്കോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആ കമന്റ്. ഒരു കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങള് കമന്റ് ഇടുമ്പോൾ ഇങ്ങനെ വേണം കമന്റ് ഇടാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ടു മോനെ നിന്റെ കമന്റ്, മനസ്സിലായോ? കേട്ടോ, കൃത്യമായിട്ട് തന്നെ അവന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അവൻ കമന്റ് ഇട്ടുണ്ടോ. PT ഷെഫീഖ്, അയ്യേ ഏതാ ഈ തീട്ടം, എങ്ങനെ ഈ കക്കൂസിലെത്തി, എന്തുവാടി വിളിച്ചു കൂവുന്നതെന്ന് അവിടെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മുടെ ഷെഫീഖ് PT ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു അവന്റെ ഒരു കമന്റ്, PT ഷെഫീഖിന്റെ. അതേ തന്നെയാ തീട്ടം എന്ന് പറയുന്നത് തൂറാൻ. പിന്നെ ഏതാണ് ഈ കക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നേരം നീ പോയിരുന്ന് കൊതം കൊടുത്തിങ്ങനെ ഇരുന്ന് കുറിഞ്ഞിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, അതാണ് കക്കൂസ്. പിന്നെ അവിടെ എന്താണ് വിളിച്ചു കൂവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറാണ്ടപ്പനെ കൊതമത് ഇങ്ങനെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നുള്ളത് പറയാതെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ഇറാന്റെ മിസൈലുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു അതെങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ ജയന്റെ സ്റ്റൈലിലാവുമ്പോഴത്തേക്കും ഇറാന്റെ മിസൈൽ ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്റെ ചെവിയിലെ അഴുക്കെടുക്കാമായിരുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇസ്രായേൽ സേഫാണ്, ഇസ്രായേൽ ഒരു പ്രശ്നവുമില്ല. ഇസ്രായേൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇസ്രായേലിനെ ഓർത്തൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഇറാനെ ഓർത്ത് കരയാൻ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി ക്രിസ്ത്യാനികൾ കരയണ്ട കേട്ടോ. ക്രിസ്ത്യാനികളൊക്കെ സന്തോഷിക്കും, പടക്കമൊക്കെ പൊട്ടിക്കും, മാലപ്പടക്കമൊക്കെ പൊട്ടിക്കും, ടെഹ്റാൻ നിന്ന് കത്തുന്നു. പക്ഷേ ഇറാൻ സംഭവിക്കുന്നത്? പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം. ക്രിസ്ത്യാനികളെ ദയവ് ചെയ്ത് ഭക്തവത്സരങ്ങളെ, നിങ്ങളോട് എൻ്റെ ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിനിടയിൽ മുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ യുദ്ധക്കളത്തിനകത്തോട്ട് കയറി വന്നിട്ട് സമാധാനം പറഞ്ഞാലുണ്ടല്ലോ, ഈ പറയുന്ന സമാധാനം പറയുന്നതിനെയൊക്കെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. ആ സമയത്ത് യുദ്ധമെന്ന് ഞാൻ നോക്കത്തില്ല. യുദ്ധത്തിനകത്ത് കയറി വന്ന് യുദ്ധം ചെയ്യേണ്ടതിന് സമയം പകരം എന്നോട് വന്ന് സമാധാനം പറയരുത്. ഇവിടെ യുദ്ധമാണ്, എന്റെ പേജും യുദ്ധക്കളമാണ്. കാരണം എന്നാണോ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ആ സമയത്ത് സകല തുലുക്കന്മാരും
ഓടി എന്റെ പേജിലോട്ടാ വരുന്നത്. മനസ്സിലായോ? സകല തുലുക്കന്മാരും എന്റെ പേജിലോട്ടാ ഓടി വരുന്നത്. അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു ചരക്കായിട്ടാ എന്നെ കാണുന്നത്. അപ്പൊ ഞാൻ പിന്നെ വെറുതെ വിടുവോ? തുലുക്കന്മാർക്ക് തെരി പറഞ്ഞു നടക്കാനുള്ള സാധനമല്ല റീന. പറഞ്ഞ മനസ്സിലായോ? കണ്ട അണ്ടനും അടകോടനും ഒക്കെ കയറി ഇറങ്ങി മേയാനുള്ളതല്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്നതുപോലെ തന്നെയാണ് കണ്ട വൃത്തികെട്ടവന്മാരും അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവന്മാരും ഉമ്മമാർക്കും എല്ലാവർക്കും കൊതഭോഗം നടത്തി ജീവിക്കുന്നവന്മാർക്കും ഒക്കെ വന്നിട്ട് എന്നെ തോന്നിവാസം പറഞ്ഞിട്ട് പോകാനായിട്ട് റീന ഇവിടെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. എന്നെ പറഞ്ഞാൽ തിരിച്ചടിക്കും, അടിക്കും എന്ന് വെച്ചാൽ അടിക്കും. നിങ്ങളുടെ വത്സലന്മാരായ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ഭക്തി കൊഴിഞ്ഞു പോകുമെന്ന് പേടിക്കുന്നവരൊന്നും എന്റെ പേജിലോട്ട് ദൈവം ഇത് വരണേക്കല്ലേ. നിങ്ങളെല്ലാം കൊതം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെന്ന് എനിക്ക് നല്ല വൃത്തിയോണം അറിയാം. നിങ്ങളടുത്ത് ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരുത്തം വന്ന് ചോദിച്ചാൽ നിങ്ങളത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊന്നും കൂടി എടുത്ത് ഇത് കൊടുത്തിട്ട് സമാധാനം പറയുന്നവരാണെന്ന് എനിക്കറിയാം. അങ്ങനെ സമാധാന പ്രേമികളും സമാധാന കംഷികളും ദയവ് ചെയ്ത് എന്റെ പേജിൽ വന്ന് സ്വയം നാറിക്കൊണ്ട് പോകരുത്. വന്നോ, ഇഷ്ടപ്പെട്ടില്ലയോ ഇറങ്ങി ഓടിക്കോ. അടി മേടിക്കാൻ വേണ്ടി നിങ്ങളായിട്ട് കമന്റ് ഇടരുത്. ഓക്കെ? ബിൻഡോ ബഹനൻ തേക്കനാത്ത്, ഞാൻ ഒരു തവണ എങ്കിലും നിങ്ങളെ അബ്യൂസ് ചെയ്തോ? ടെൽ മീ ദെൻ വൈ ഡിഡ് യു അബ്യൂസ് മൈ ഫാമിലി? എടാ വിവരം കെട്ടവനെ ബിൻഡോ ബഹനാൻ തെക്കനാത്തെ, നീ എന്നോട് എന്താ പറഞ്ഞത്? തെറി വിളിച്ചാലും എന്ത് ചെയ്യരുത്, ഒന്നും പറയരുതെന്നല്ലേ നീ പറഞ്ഞു? അതിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് അതാ ഞാൻ ചോദിച്ചത്. നിന്റെ ഭാര്യയുടെ കൊതം ചോദിക്കുന്നവന് നിന്റെ മോളുടെ കൊതവും കൂടി നീ എടുത്തു കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാ. എന്നെ അബ്യൂസ് ചെയ്യുന്നവന്മാർക്ക് നീ വന്നാണോ മറുപടി കൊടുക്കുന്നത്? കഴിവേറി ആണോടാ? നീയാണോ മറുപടി കൊടുക്കുന്നേ? അല്ല, നിലത്തിട്ട് റേപ്പ് ചെയ്താൽ മാത്രമേ റേപ്പ് ആകത്തുള്ളൂ. ഈ ഫേസ്ബുക്കിനകത്തുകൂടി വന്ന് തോന്നിവാസം പറഞ്ഞ് ചെയ്യുന്നതിന് പേരൊന്നും റേപ്പല്ലേ? ഒരു പെണ്ണിന്റെ ജനനേന്ദ്രിയത്തെയും അവളെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ വന്ന് സംസാരിക്കുന്നതിന്റെ പേര് റേപ്പല്ലേ? വെർച്വൽ റേപ്പല്ലേ അത് നടത്തുന്നത്? അപ്പൊ നിങ്ങൾ കണ്ട് രസിക്കാൻ വേണ്ടി വന്നവരാവോ? ആണോ? കൂട്ടിക്കൊടുപ്പുകാരന്മാരാണോ? സ്വന്തം ഭാര്യയും അമ്മയും പെങ്ങളെയൊക്കെ ഇട്ടിങ്ങനെ ഓരോരുത്തന്മാർ റേപ്പ് ചെയ്താലും നീ എല്ലാം കൂട്ടിക്കൊടുക്കുന്നവന്മാരാണല്ലോ കർത്താവേ. ഈ കൂട്ടിക്കൊടുപ്പുകാരന്മാരോടാണ് കർത്താവിന് ഭയങ്കര സ്നേഹം. എടാ പോടാ വിവരം കെട്ടവനെ. സ്വന്തം ജീവനെയും പ്രാണനെയും കൊടുത്ത് എന്ത് ചെയ്യണം? കൂട്ടു സഹോദരി എന്ന നിലയ്ക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാ. അത് ചെയ്യാതെ നീയൊക്കെ വന്ന് കൂട്ടിക്കൊടുപ്പുകാരന്മാർക്ക് കുഴലൂതി കൊടുക്കുന്നവന്മാരെ പോലെ എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്ന് നീയൊക്കെ കരയുന്നത് വന്നിരുന്നിട്ട് ഷഹോദറി ദൈവപരമൊരിക്കലും പറയാ. പിന്നെ കർത്താവ് പറയുകയാണ് നിന്റെ ഓർത്ത് നിന്റെ റേപ്പ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് മക്കളെ കിടന്ന് കൊടുക്കും മക്കളെ എന്നാ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോടാ വിവരം കെട്ടവന്മാർ. നിന്റെയൊക്കെ പഠിപ്പിക്കലുകളാ ക്രിസ്ത്യാനി നശിച്ചു പോയത്. മനസ്സിലായോ? എന്തുവാ നീ ഇപ്പൊ നേരത്തെ അങ്ങനെയല്ലല്ലോ കമന്റ്? ഐ ഡോണ്ട് സപ്പോർട്ട് സച്ച് പീപ്പിൾ ഹു അബ്യൂസ് യു. അപ്പൊ നീ സപ്പോർട്ട് ചെയ്യത്തില്ലെങ്കിൽ പിന്നെ നീ തെറി വിളിക്ക് വന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പൊ ഞാൻ പിന്നെ വിളിക്കുന്നതിന് നീ എന്തിനാ കിടന്ന് കരയുന്നേ? എന്നെ അബ്യൂസ് ചെയ്യുന്നവന്മാർക്കല്ലേ ഞാൻ മറുപടി കൊടുക്കുന്നേ? അല്ല ചുമ്മാ ഇരിക്കുന്നവന്മാർക്കാണോ ഞാൻ മറുപടി കൊടുക്കുന്നേ? കൊടുക്കണ്ടേ ഞാൻ മറുപടി? ചേടാ എന്നെ അബ്യൂസ് ചെയ്യുന്നവന്മാർക്കാ ഞാൻ മറുപടി കൊടുക്കുന്നത്. അല്ല ഞാൻ മറുപടി കൊടുക്കാതെ നീയാണോ മറുപടി കൊടുക്കുന്നത്? എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നീ വരും? എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞാനേ വരത്തുള്ളൂ. ഷെഫീക്ക് ഒളിപ്പുഴ, നിന്റെ ഉമ്മാടെ കൊതം പോയി നോക്കടാ ആദ്യം, അത് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. മനസ്സിലായോ? ഷെരീഫ് ഒളിപ്പുഴ, നിന്റെ ഉമ്മയുടെ കൊതം പോയി നോക്ക്. നിന്റെ ഉമ്മയുടെ കൊതം ഇപ്പൊ പൊളിഞ്ഞു കിടക്കുക, കീറി പൊളിഞ്ഞു കിടക്കുവാണെന്ന്. ആദ്യം പോയി അതിന് വല്ല സർജറിയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെരീഫ് ഒളിപ്പുഴ ഓടിപ്പോയി നിന്റെ ഉമ്മയുടെ കൊതം പോയി സർജറി ചെയ്യാനുള്ള വഴി നോക്ക്. മനസ്സിലായോ? നിന്റെ ഉമ്മയുടെ കൊതം നോക്കിക്കഴിഞ്ഞാൽ നീ മൂത്രം പോലും അതിനകത്ത് ഒഴിക്കത്തില്ല നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട്. മനസ്സിലായോ? ദേ വന്ന അടുത്ത ആള്. യൂസ് ഗുഡ് ലാംഗ്വേജ്. ഷാജി ചലക്കലെ, എടാ വിവരം കെട്ടവന്മാരെ പോയിനടാ, ഇറങ്ങിപ്പോയിനടാ ശിഖണ്ഡിക്കുണ്ടായവന്മാരെ. ഷെരീഫ് ഒലിപ്പുഴ, എടാ നിന്റെ ഉമ്മയ്ക്ക് മനുഷ്യക്കോലം ഉണ്ടാടാ. അവിടെ കൊതം മൊത്തവും പൊളിഞ്ഞ് ഇങ്ങനെയല്ലേടാ അവള് നടക്കുന്നത്. നിന്റെ ഉമ്മ കൊതം പൊളിഞ്ഞവള്. ആദ്യം പോയി നിന്റെ ഉമ്മയുടെ കൊതം ചികിത്സയിലടാ ഷെരീഫ് ഒളിപ്പുഴ.
ഉമ്മയുടെ കൊതം പൊളിഞ്ഞ് കിടക്കുമ്പോ ഇവിടെ വന്ന് എന്റെ മോത നോക്കി കരയുന്നു മോഹൻ. ഉമ്മയുടെ കൊതം പൊളിഞ്ഞ് കിടക്കുമ്പോ എന്റെ അടുത്ത് വന്ന് എന്റെ മുഖം നോക്കിയാണ് കരയുന്നേ. എന്റെ മുഖം നോക്കി കരയാൻ എനിക്കറിയാം. അവിടെ ആദ്യം പോയി നിന്റെ ഉമ്മയുടെ കോതം ആദ്യം റെഡിയാക്കാനുള്ള വഴി നോക്കൂ ജെല്ല്. അവന്റെ ഉമ്മയുടെ കോതം പൊളിഞ്ഞ് കിടക്കുമ്പോ അവന്റെ വിഷയം എന്റെ മുഖമാ. മുഹമ്മദ് ബഷീർ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത തെരുവ് വേഷം. ആ രാമിനെയോ? മുഹമ്മദ് ബഷീറിനെ സത്യമായ കാര്യമാണ്. സംസ്കാരം ഒട്ടും തീണ്ടിയിട്ടില്ലാത്ത തെരുവ് വേഷി ആമിനെ ആയതുകൊണ്ടാണ് അബ്ദുള്ള എന്ന് പറയുന്ന എന്തുവാ കൊതമത് നിന്റെ കുത്തുനബിയുടെ ബാപ്പ മരിച്ചു പോയപ്പോഴത്തേക്കും കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് പറയുന്ന തെരുവ് വേഷിയായ ആമിന ഓടി നടന്ന് പറവടിക്കുണ്ടാക്കി ഏതാ തന്തയെന്ന് അറിയാൻ പറ്റാത്ത ഒരു കുത്തുനബിയെ ഉണ്ടാക്കി നിനക്ക് തന്നത് അവള് വേഷിയായതുകൊണ്ട് തന്നെയാണ്. ഷെരീഫ് ഓലപ്പുഴ. ഉമ്മയുടെ പേര് മൈരയെന്നാണ്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നല്ല കാലം നീ മൈരയെന്നെങ്കിലും പറഞ്ഞു. വേറെ വല്ലവും പറയെങ്കിൽ അവന്റെ ഉമ്മയുടെ പേരൊക്കെ പറയുന്നത് വേറെയൊക്കെയാ. മനസ്സിലായോ? ഫൈസൽ ബാബു. ഏതാ ഈ പന്നി? കൊതമത് കുത്തുനബിയില്ലേ? അതാണ് പന്നി. ഫൈസൽ നബിയെ, കൊതമത് എന്ന് പറയുന്നത് നിന്റെ കുത്തുനബിയാണ് പന്നി എന്ന് പറയുന്നത്. അതറിയത്തില്ലായിരുന്നോ? ഇപ്പോഴാണോ അറിയുന്നേ? പക്ഷെ ഇതൊക്കെ നേരത്തെ എന്നോട് വന്ന് ചോദിച്ചറിയണമെന്ന് നിർബന്ധം എന്താ നിങ്ങൾക്ക്? മനസ്സിലായോ? സംസ്കാരം ഒട്ടും നേടിയിട്ടില്ലാത്തെന്ന്. ഏയ് ബാബു ഫേക്ക് ഐ ഡി ഡോണ്ട് ഡു. ഷെരീഫ് ഒലിപ്പുഴയ്ക്ക് കൊതം എന്താണെന്ന് അറിയത്തില്ലെന്ന്. ഉമ്മയെ നിർത്തിയിട്ടേ പാവാട പൊക്കി നോക്കിയാൽ നിനക്ക് കൊതം മനസ്സിലാകും. അതും ഞാൻ പഠിപ്പിച്ചു തരണോടാ ഷെരീഫേ. ഷെരീഫേ, ഷെരീഫേ, ഓലപ്പുഴ. അവന്മാരുടെ ആ ബിൽഡിങ്ങിലോട്ടൊന്ന് വീണിരുന്നെങ്കിൽ ഒരു ബോംബ് ആ ഷെൽട്ടറിനകത്തോട്ട്. ബോംബ് വീണിരുന്നെങ്കിൽ ആ കൂതറകളുടെ പലസ്തീനികളുടെ അണ്ടഗ്രഹങ്ങളിലോട്ട്.
കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ ഹൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ ഹൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. എടാ ഷറീഫ് ഒളിപ്പാറേ, എടാ നായിൻ്റെ മോനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരിടത്തും പോയിട്ടില്ല, മനസ്സിലായോ? മനസ്സിലായി, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ ഒരിടത്തും പോയിട്ടില്ല. കോയ കരുത്തേടത്ത് പൊലയാടിയോ? അതാരും നിന്റെ ഉമ്മയോ? കോയ കരുത്തേടത്ത് സഹോദരങ്ങളെ, കോയ കരുത്തേടത്തിന്റെ പൊലയാടി ഉമ്മയ്ക്കൊരു ഹായ് പറയണമെന്ന്. കോയ കരുത്തേടത്ത് അതിനെന്താ? കോയ കരുത്തേടത്തെ നിന്റെ പൊലയാടി ഉമ്മയ്ക്കൊരു ഹായ്. സൈറൻ അത് ഇസ്രായേലിന്റെ ഒരു മിസൈലോ ചെറിയ വെടിയോ വന്നാൽ പോലും ഇസ്രായേൽ സൈറൻ മുഴക്കും. അത് അതിന്റെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ അനുസരിക്കുക എന്നുള്ളത് ജനങ്ങളുടെ കടപ്പാടുമാണ്, മനസ്സിലായോ? പക്ഷെ ഇപ്പൊ പെട്ടും എന്ന് പറഞ്ഞ് മിഥുനത്തിലെ ജഗതി ഇരുന്ന കണക്ക് കാത്തിരുന്നവരുണ്ടോ ഇതിനകത്ത്? ഈ സൈറൻ കേട്ടപ്പോ മിഥുനത്തിലെ ജഗതി പറയുന്നത് പോലെ ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് സൈറൻ കാത്തിരുന്നവർ ആരെങ്കിലും ഉണ്ടോ? സോറിയാ. നടന്നില്ല അല്ലേ? ചീറ്റിപ്പോയാ? അതാ പറഞ്ഞ അവന്മാര് ചീറ്റലിന്റെ പടക്കമായി ഇടുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നത് പൊട്ടത്തില്ല, അതിതുപോലെ അങ്ങ് ചീറ്റിപ്പോകും. ഇസ്രായേലിൽ സൈറനൊക്കെ മുഴങ്ങും. അത് മനസ്സിലായോ? ഇസ്രായേലില് മനസ്സിലായോ? ഇസ്രായേലിൽ സൈറനൊക്കെ ഇങ്ങനെ മുഴക്കും. അത് അങ്ങനെയാണ് ഇതിന്റെ പൊതു സ്വഭാവം. ഷറീഫിന്റെ ഒലിപ്പുഴയുടെ ഉമ്മയുടെ പൂറ് കറുത്ത പൂറാന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? അതിന്റെ ഉമ്മയുടേത് കറുത്തയാണെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറയുക കറുത്തിരിക്കുകയാണെന്ന്. അത് പുക കൊണ്ട് കരിഞ്ഞു പോയതായിരിക്കും. ഇറാനിട്ട മിസൈലിനകത്ത് നിന്റെ ഉമ്മയുടെ കോതത്തിനകത്തോട്ട് വീണ് പൊട്ടിപ്പോയതായിരിക്കും, മനസ്സിലായോ? ഷെറീഫേ ഒലിപ്പുഴ, മനസ്സിലായോ? അശ്ശോ, ഉമ്മയുടെ കൊതം കരിഞ്ഞു വാരി കിടക്കുന്നത് ഇവിടെ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന മോന് ഷെറീഫ് ഒലിപ്പുഴ. അയ്യോ കഷ്ടം. ഷെറീഫ് ഒലിപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടകൾ ഇസ്രായേൽ ആണടാ. അതറിയത്തില്ലായിരുന്നു. പക്ഷെ കൊതഭോഗം നടത്തത്തില്ല, അവിടെയാണ് അതിന്റെ പ്രത്യേകത. ഇസ്രായേൽ തനി തങ്കക്കട്ടികൾ അതിന്റെ വിലയ്ക്ക് വരത്തില്ലല്ലോ. നിങ്ങൾ ഇസ്രായേലിന്റെ തീട്ടം വരെ തിരക്കി നടക്കുന്നവരല്ലേ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. എടാ, ഇസ്രായേലിലെ യഹൂദന്റെ തീട്ടത്തിന്റെ തരി വരെ അടിച്ചു മാറ്റി പോകുന്ന സാധനങ്ങളല്ലേ നിങ്ങൾ? കോപ്പിയടിയല്ലേ നിങ്ങളുടെ സ്ഥിരം പരിപാടി? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കൊതമതിന്റെ ആൾക്കാർക്ക് യഹൂദന്റെ തീട്ടം വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയിട്ട് ജീവിക്കുന്നവനാ. അതിന്റെ തരി വരെ എടുത്തോണ്ട് പോയിട്ട് അതിനെ വരെ കോപ്പി പേസ്റ്റ് ആക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് യഹൂദന്മാരുടെ. ഇപ്പൊ വിഷമം വേറൊന്നുമില്ല, യഹൂദന്മാരുടെ ഗുണങ്ങൾ വലുതാണെന്ന്. അവന്റെ കഷ്ടം. അതെ, അതിന്റെ അത്രയും വരാത്തതിന് പറ്റും വിഷമമാണോ? ഷറീഫ് ഒലിപ്പുഴ ഉമ്മ അത് തിരക്കി പോയതാ. പക്ഷെ ഉമ്മയ്ക്ക് പകരം കൊടുത്തത് കൊതത്തിനകത്തോട്ട് മിസൈലാ ഇസ്രായേല്. അതിന്റെ വിഷമ ഷരീഫ് കൊഴിപ്പ്. ഇസ്രായേലിന്റെ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞിട്ട് ഇവനാരോ പറഞ്ഞപ്പോഴത്തേക്കും ഉമ്മ അത് തിരക്കി പോയപ്പോ ഉമ്മയ്ക്ക് കിട്ടിയത് ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇറാന്റെ ഓന മിസൈൽ. അത് ഉമ്മ പൊട്ടി, ആ കൊതം പൊട്ടിത്തെറിച്ച് അത് കരിഞ്ഞു വാരി കിടക്കുന്ന കാഴ്ചകളും ആ വിഷമവും ഒക്കെ ഇവിടെ വന്ന് എഴുതുന്നത്. അയ്യോ അയ്യോ, എടാ പോടാ തരത്തി പോയി കല്ലടാ, പടാ.
പോടാ വാൽക്കുപ്പി കൊച്ചേ, ചെല്ല്. ഉമ്മേനോട് കൊതക്കച്ചവടം ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ട് കരയാതെ ഓടിപ്പോ. പോയി നിന്റെ ഉമ്മയുടെ കൊതത്തിന് വല്ല മരുന്നും വെച്ചു കൊടുക്കുക, അത് പൊട്ടിത്തെറിച്ച കൊതത്തിന്. ചെറ്റേ എൻ്റെ അടുത്ത് വന്നിരുന്ന് അങ്ങ് കരച്ചിലോടെ കരച്ചില്ല. ഇപ്പൊ പൊട്ടും എന്ന് കാത്തിരിക്കുവായിരുന്നു ഇപ്പൊ സൈറൻ കേട്ടപ്പോഴത്തേക്കും. മനസ്സിലായോ? ഇപ്പൊ പൊട്ടും. സംസ്കാരം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കുറെ കൂതറകള്. അതുകൊണ്ട് എന്റെ ചാർജ് തീരാറായി. കാക്കേ കൂടെ വീടേ കൂട്ടിനകത്തൊരു കോയയാണ്. കോയ കാട്ടിലെ കോയ. മുഹമ്മദ് അൻസാറെ പ്രൊഫൈല് ഒറിജിനൽ ഇടൂ. വാ തോതാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്രായേൽ സമാധാനപരമാണ്. ഇസ്രായേൽ ഒരു കുഴപ്പവുമില്ല. വാട്ട് ദ ടൈം? ഓക്കെ, ഒരു ബസ് ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ബഷീരിയെ തോതാ. അപ്പം എല്ലാവർക്കും ഇസ്രായേൽ എന്ന് പറയുന്ന ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ അല്ലെങ്കിലും ആരെയും കാണത്തില്ലല്ലോ. ഇത് റോഡല്ല. ഇതിനകത്ത് എങ്ങനെ ആരെ കാണുന്നത്? ആളുകളെ കാണുന്നത്? എല്ലാവരും ജോലികൾക്കും അവരുടെ വീടുകളിലും ഇരിക്കുകയാണ്. ഷെരീഫ് ഒളിപ്പുഴ. അയ്യോ, ഉമ്മയുടെ പേര് കാക്കക്കൂരിയോ? അതെന്താണ് അങ്ങനെ ഉമ്മയ്ക്ക് പേരിട്ടിരിക്കുന്നത്? കറുത്തിരിക്കുന്നോണ്ടാണോ? സാരമില്ല. ഉമ്മയെ ഏറിൽ കയറ്റി അടിപടിച്ചു കൊടുക്കുന്ന മോന്. ഉമ്മയെ ഏറിൽ കയറ്റി അടിപടിച്ചു കൊടുക്കുന്ന ഫൈസൽ ബാബു. അത് ടെഹ്റാനിൽ പൊട്ടിത്തെറിക്കുന്നതാണല്ലോ അവിടെ ആയിട്ടിരിക്കുന്നത്, അല്ല ജെറുസലേമിൽ പൊട്ടിത്തെറിക്കുന്നതല്ല. ടെഹ്റാനിൽ അവിടെ പൊട്ടിത്തെറിക്കുന്നത് ജെറുസലേമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ടെഹ്റാന് അവിടെ പൊട്ടിത്തെറിക്കുന്നത് കാണിച്ചു തരുന്നതേ ഉള്ളൂ, അല്ലാതെ പിന്നെ ജെറുസലേം പൊട്ടിത്തെറിക്കുന്നതല്ല. അതെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ ശരി സഹോദരങ്ങളെ, ഞാൻ ഒരു ഷോപ്പിലൊന്ന് കയറണം, സാധനം മേടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇരുന്നിട്ട് വൈകിട്ട് ലൈവ് വരാം. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ വ്യക്തമായി പറയാം. അപ്പോഴാണ് ഇവന്മാരുടെ കാലം മടക്കി അടിക്കാനുള്ള പവർ അപ്പോഴാണ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വൈകിട്ടത്തെ ലൈവിൽ ഞാൻ വരുമ്പോൾ വന്നോളാം കേട്ടോ. ശരി, എന്നാൽ ലൈത്രോത്ത്.